ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ, എന്താ വിശേഷങ്ങള്? നല്ല വിശേഷം. ഉഷാറില്ലേ കാര്യങ്ങളെല്ലാം? ഉഷാറാണ്, ഉഷാറാണ്. വെരി ഗുഡ്. എന്തേ മിണ്ടാതിരിക്കല്ലേ, എന്തേലൊക്കെ സംസാരിക്കും. ഞാൻ Good morning, sir. ഗുഡ് മോർണിംഗ് നമ്പർ. വെരി ഗുഡ്. Good morning, sir. ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ഒരൊറ്റ മിനിറ്റ് ഞാൻ വരാം. സോ ടീം ലീഡേഴ്സിനെ എത്തിയിട്ടില്ലേ? ഒന്ന് രണ്ട് പേരെ ഞാൻ തന്നെ വിളിച്ചോണ്ടേണ്ട അവസ്ഥയാണ്. സാരില്ല, തുടക്കത്തിലല്ല. സ്ഥിരമായിട്ട് കാണുന്ന ചില മുഖങ്ങളൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? കാണാത്ത ചില മുഖങ്ങൾ ഇന്ന് വരുന്നുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ എങ്ങനെ കാര്യങ്ങള് പറയും? ഒരു 2 മിനിറ്റ് സംസാരിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ ടീമൊക്കെ ജോയിൻ ചെയ്യട്ടെ. എങ്ങനെയുണ്ട് ബിസിനസ്? എന്തൊക്കെ ചലഞ്ചസുകളാണ്? എന്തൊക്കെയും പ്രോബ്ലംസ്, ഇഷ്യൂസ്? പറയും. ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചതിൽ എന്തെങ്കിലും കാര്യങ്ങൾ? അഭിരാമ എന്തേ മിണ്ടാതിരിക്കണം? എന്തേലൊക്കെ സംസാരിക്കാം അഭിരാം. ആരും മിണ്ടാതിരിക്കുന്നു, കുട്ടി മിണ്ടുന്നില്ല. ഗുഡ് മോർണിംഗ്, പറയേ. അല്ല, നമ്മൾ ഈ 2 ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മളെല്ലാം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ പറയാം. ഇപ്പൊ സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ്സെറ്റ് ഇപ്പം എല്ലാവരുടെ മൈൻഡിലും ഉണ്ട്, പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്കൊരു അവയർനെസ് വന്നിട്ടുണ്ട്, അത് എന്താന്നുള്ളത്. കാരണം സാറ് പറഞ്ഞ കുറെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് കുറച്ച് ആ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമുക്ക് കുറെ കാര്യങ്ങൾ ഇനി മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ ആ പഴയ ഒരു ശീലത്തിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? നമുക്ക് ആ സ്കേഴ്സിറ്റി ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, റിച്ച് അഫർമേഷൻ എന്ന് പറയുന്ന അഫർമേഷൻ. ഞാനതില് പൂർണ്ണമായിട്ട് നമ്മള് രാവിലെ ഇരുന്നിട്ട് ദേവി ദേവ നാരായണ മറ്റേ രാമനാമം ചെല്ലുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഭക്തിഗാനം രാവിലെ ഭക്തിഗാനം വെക്കുന്ന അതേപോലെ തന്നെ അതേ മൈൻഡ് സെറ്റോടെ ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ റിച്ച് അഫർമേഷൻ. എന്നെ സംബന്ധിച്ചുള്ള രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, 5 മണിക്ക് ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ 5:01 എന്റെ അലാം ടോൺ ഓട്ടോമാറ്റിക്കലി അത് ഓണാകും. ഓട്ടോമാറ്റിക്കലി റിച്ച് അഫർമേഷൻ എന്റെ ഫോണിൽ ഓൺ ആവുകയും ഒരു 5-10 മിനിറ്റ് അത് ഓണായി കിടക്കും. ചിലപ്പോൾ ഞാൻ അതിങ്ങനെ ഓണായി തന്നെ കിടക്കും. സ്പോട്ടിഫൈ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഓണായിട്ട് തന്നെ കിടക്കും. അത് എന്റെ ജീവിതത്തിൽ മറ്റേ പണ്ട് കുട്ടിക്കാലത്ത് തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് ജ്ഞാനപ്പാര, നമ്മുടെ ലീല, ഈ പഴയ ഗായിക പി ലീല, കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ എന്ന് പറയുന്ന പാട്ട് പാടുന്ന പോലെ തന്നെ ഞാൻ എന്റെ വീട് അമ്പലത്തിന് തൊട്ടടുത്തായിരുന്നു. അതേപോലെ തന്നെ കേൾക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു ഭയങ്കര വലിയ മാറ്റം. കാരണം ചില വാക്കുകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഐ ഹാവ് എ മണി മൈൻഡ് സെറ്റ്, ഐ ആം ബീയിങ് വെർത്തി ടു വെൽത്തി,
അങ്ങനെയുള്ള റിച്ച് അഫർമേഷൻസ്, ഇതൊക്കെ കേൾക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം ഞാൻ എനിക്കിതിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് കേൾക്കാത്തപ്പോഴും കേൾക്കുമ്പോഴുള്ള മാറ്റങ്ങൾ. അപ്പൊ ഇത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്ന് പറയരുത്, അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ളതല്ല, നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ചില എന്താ പറയാ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ അല്ലെ. ഇന്നിപ്പോ നമുക്ക് കുവൈറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബെഞ്ചി, കുറെ കാലത്തിന് ശേഷം ബെഞ്ചിയെ കാണുന്നു. ഗുഡ് മോർണിംഗ് ബെഞ്ചി. ബെഞ്ചി എനിക്ക് തോന്നുന്നു 2:30 4 o'clock. എത്ര മണിയോടെ? ഗുഡ് മോർണിംഗ്. എത്ര 4 മണി ഇപ്പൊ? 3:30. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ 6 മണിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത പല മിടുക്കന്മാരിടയിൽ ബെഞ്ച് 3:30 മണിക്ക് എഴുന്നേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പറയുന്നത് വലിയ കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ ആരാണ് സംസാരിക്കുന്നതെന്ന്, ഇന്നലെ നമ്മൾ എന്ത് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ടീം ലീഡേഴ്സ്, എല്ലാ ടീമുകളും മെമ്പേഴ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബേസിക്കലി നമ്മുടെ എല്ലാറ്റിനും ഉള്ളിൽ മടിയുണ്ട്. ഇന്ന് 3-ാമത്തെ ദിവസം, മടി തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്. ഫസ്റ്റ് 2 ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ടീം ലീഡേഴ്സ് എല്ലാവരും കൺഫേം ചെയ്യുക, ആള് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അവരെ കണക്ട് ചെയ്യുക, വിളിച്ച് ഉണർത്തി ക്ലാസ്സിന് മുന്നിൽ കൊണ്ടുവരിക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നലെ സംസാരിച്ച ബിസിനസ് ക്യൂസിനെ കുറിച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ, നമുക്ക് ഇടയ്ക്ക് ഓരോ എൻജോയ്മെന്റുകളും വേണ്ടേ. എൻജോയ്മെന്റ് എപ്പോഴും ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം എഡ്യൂറ്റെയിൻമെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എൻജോയ്മെന്റ്, ആക്ച്വലി ഇറ്റ്സ് എഡ്യൂറ്റെയിൻമെന്റ്. So what edutainment is like for Sunday, coming Sunday. Oh, sorry. But tail is there, so that's why actually I started talking in English. Yeah, no problem. Actually, നമുക്ക് Sunday we will have business quiz. So team wise ആയിട്ട് വേണമെന്നാണ് ഇതുവരെയുള്ള പോളുകൾ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. So we will plan for a team. Okay. ടീം ക്യാപ്റ്റൻസ് റെഡിയാക്കിയിരുന്നു. ടീമിന്റെ എല്ലാവരുടെയും റെഡിയാക്കിയിരുന്നു. കപ്പൊക്കെ ഉണ്ട്. കപ്പില്ലാത്ത പരിപാടിയല്ല, കപ്പൊക്കെ ഉണ്ട്. സോ എല്ലാവരും ക്യാപ്റ്റൻസ് റെഡിയാക്കിയിരുന്നു. ഏറ്റവും നല്ല ടീമിന് അവാർഡൊക്കെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ടീമുകൾ ആളുകൾ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയണം. അന്നത്തെ ഇത് എന്റെ കമ്പനി വക എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരേണ്ടതാണ്. ഓക്കെ, സോ പറയും എന്താ പരിപാടികൾ, എന്താ ചെയ്യേണ്ടത്? ഇന്നലത്തെ ആരാ സംസാരിക്കുന്നത്? ഇന്നലെ ആരാ സംസാരിച്ച ആള് വേണ്ട, വേറെ ആള് സംസാരിച്ചു. ഇന്നലെ എന്ത് സംസാരിച്ചു? മുന്നോട്ട് വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. യെസ്, ആരാണ് അൺമ്യൂട്ട് ചെയ്തത്? ആളാരാണ്? രാഹുൽ, പറയൂ രാഹുൽ. യെസ്, യു ക്യാൻ സ്റ്റാർട്ട്. Somebody is unmuted. ഇത് നമ്മള് പ്രോക്രാസ്റ്റിനേഷനെ പറ്റിയാണല്ലോ പറഞ്ഞേ. അല്ലത് മാറ്റി വെക്കാന്നുള്ള, നീട്ടി വെക്കുന്നതിനെ പറ്റിട്ട്. അതെന്റെ ഒരു സ്വഭാവമാണ്, അത് കറക്റ്റായിട്ടാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായി. ഇന്നലെ എനിക്ക് 2-3 മെസ്സേജ് വന്നു, പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് വേണം. ഓക്കെ, എങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാം എന്നതിനെ കുറിച്ച് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം, ഡെഫിനറ്റ്ലി അടുത്ത വീക്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എടുക്കാം. ശരി, പറയൂ രാഹുൽ, പറഞ്ഞു. അല്ല, ബിസിനസ്സിന് ഏറ്റവും വേണ്ട ഒരു സംഗതിയാണ് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ നടപ്പിലാക്കുക എന്നുള്ളത്. അത് നീട്ടി വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യും, അത് നീണ്ടു ഇങ്ങനെ പോവും. വൺ ഓഫ് ദ പോയിന്റ് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. പിന്നീട് അതല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ചെയ്യാന്നുള്ള, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുന്നോറും കൊടുക്കുന്തോറും കൂടുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നന്ദി കൊടുക്കുന്നോറും എല്ലാ ദിവസവും നന്ദി പറയുക. എല്ലാ ദിവസവും വൈകുന്നേരം ജേർണലൈസ് ചെയ്യാം, നമുക്ക് എഴുതി വെക്കാം. എനിക്ക് നന്ദിയുണ്ട് എന്ന് എഴുതി വെക്കാം. ഒരാളുടെ ജീവിതം നന്നാവാൻ ഞാൻ മെനക്കെട്ടതിൽ, ഞാൻ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കസ്റ്റമറോട് എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹം തന്ന പണം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഗുണങ്ങളുണ്ടായി. തുടങ്ങിയ ഗ്രാറ്റിറ്റ്യൂഡുകൾ നിങ്ങളെ ആക്ച്വലി വളർത്തും, ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വളർത്തും. ദാറ്റ്സ് വാട്ട് ആക്ച്വലി രാഹുൽ പറഞ്ഞു. അടുത്തത് പറയൂ രാഹുൽ. പിന്നെന്താ പറഞ്ഞു? പിന്നെ അതൊക്കെ നമ്മള് വിശദീകരിച്ച് പറഞ്ഞല്ലേ. പിന്നെയുണ്ട് 2-3 പോയിന്റ് ഉണ്ട്. അടുത്ത ആൾക്കാര് ആരെങ്കിലും നെക്സ്റ്റ് ആരാ പറയുന്നേ? ഡിജിലെ ഇറങ്ങേണ്ടി വരും. ഡിജിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ?
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയും. ഗിവ് ഇറ്റ് ഫ്രം ഹാർട്ട്. യെസ്. നെക്സ്റ്റ്. കൊടുക്കണം. അതെ. പിന്നെ പറഞ്ഞത് നമ്മുടെ ബിസിനസ്സുകാർക്ക് ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ലെ എഡ്യൂട്ടൈൻമെന്റ് ആണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞത് ബാഡ് ഐഡിയ എന്ന് പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഐഡിയ, നോട്ട് എക്സിക്യൂട്ടഡ് ഐഡിയ, അതിനാണ് ബാഡ് ഐഡിയ എന്ന് സാറ് പറഞ്ഞത്. ദെൻ നെവർ ഡൗട്ട് ഔട്ട് യുവർ ഗോൾസ്. നമ്മൾ എത്രത്തോളം ഡൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ ഗോള് ലൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുന്നാണ് സാറ് പറഞ്ഞത്. അതിലൊരു പോയിന്റ് പറയാണ്ട് എനിക്ക് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ അതിനൊപ്പം പറഞ്ഞു പോവാ. പുതിയ ആൾക്കാരൊന്നും ഇന്നലെ വരാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടി സംസാരിക്കാനും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഗിവ് ഇറ്റ് ഫ്രം ഹേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ, നമ്മുടെ എംപ്ലോയീസിനായിക്കോട്ടെ, നമ്മൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ, ചെറിയ എന്തെങ്കിലും സന്തോഷ സമ്മാനങ്ങൾ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറയാൻ മറന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോ ഷാരൂഖ് ഖാൻ അടക്കമുള്ള അനിൽ അംബാനിയുടെ, നമ്മുടെ പേരെന്തായിരുന്നു, ആനന്ദ് അംബാനിയുടെ മാരേജിന് ഈ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലെ. അതായത് ഇങ്ങോട്ട് ഗിഫ്റ്റ് മേടിക്കുക മാത്രമല്ല, അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും 2 കോടി രൂപയുടെ വാച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് പേർക്കെങ്കിലും കൊടുത്തു, ബാക്കിയുള്ളവർക്കൊക്കെ ഡെഫിനറ്റ്ലി വേറെ എന്തൊക്കെ ഗിഫ്റ്റുകൾ കൊടുത്തു എന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. നമുക്ക് കിട്ടുക മാത്രമല്ല തിരിച്ചു വാങ്ങി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഒരു എംപ്ലോയി നമുക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തു, അവര് കാരണം നമ്മളൊരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ 2 പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നും, അതുപോലെ അവർക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകളോ ചെറിയ ട്രീറ്റുകളോ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വാങ്ങി കൊടുക്കണം. ഒരിക്കലും പറഞ്ഞിട്ട് ഇത് തരാമെന്നല്ല, പറയാതെ കിട്ടുന്നതിന് വളരെ വാല്യൂവും ഇതും കൂടും. ഓക്കെ, ശരി ജിജി പറയുന്നത്. പിന്നെ സാർ പറഞ്ഞത് 80% മൈൻഡ് സെറ്റും 20% ടെക്നിക്സും ടൂൾസ് ഒക്കെയാണ് പറഞ്ഞത് ഒരു സക്സസിന്റെ പിന്നില്. പിന്നെ സെലിബ്രേറ്റ് അതേഴ്സ് അച്ചീവ്മെന്റ്സ്, സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റ്. ദെൻ ഡിസയർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു സാറ്. ഒരു കാര്യം നേടണമെങ്കിൽ നമുക്ക് ഡിസയർ ആണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ദെൻ അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ. അതായത് ഈ ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് നേടുള്ളൂ, അച്ചീവ് ചെയ്തുള്ളൂ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ പറഞ്ഞ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ നോ എന്ന് പറയേണ്ടി വരും. റെഡ്യൂസ് അവൈലബിലിറ്റി. പിന്നെ മൈൻഡ് സെറ്റ് ആണ് എല്ലാം ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ്. പിന്നെ കംഫർട്ടബിൾ ആണ് നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാര്, പക്ഷെ ബീങ് അൺകംഫർട്ടബിൾ ആയിരിക്കണം. അൺകംഫർട്ടബിളിൽ കംഫേർട്ട് ആവുന്നവരാണ് യഥാർത്ഥ ബിസിനസ്സുകാര്. അതായത് ചലഞ്ചസ് ഉണ്ടാവും, ഇന്ന് രാവിലെ തന്നെ പുതിയ വള്ളി ഉണ്ടാവും, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവരല്ല, മറിച്ച് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് പോലും കംഫർട്ടബിൾ, അതായത് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്നവനായിരിക്കണം ആര്, ബിസിനസ്സുകാരൻ. മനസ്സിലായോ? ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുക, എന്നിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് ഏതൊക്കെ പുതിയ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാനാണ് എന്ന് ചിന്തിക്കുന്നവനായിരിക്കണം ആര്, ബിസിനസ്സുകാരൻ. ദാറ്റ് ഈസ് ബീയിങ് കംഫർട്ടബിൾ വിത്ത് ബീയിങ് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസിൽ കംഫർട്ടബിൾ ആയിരിക്കുന്നവരായിരിക്കും. ശരി, പിന്നെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും സെയിം തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മണി മേക്ക് ചെയ്യാതാണ് എല്ലാ ബിസിനസ്സും പ്രൊവൈഡ്. അതായത് ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ്സും ഇല്ല. ഇപ്പോൾ പലരും സാർ എന്നല്ല പറഞ്ഞ പോലെ എന്റെ ബിസിനസ് വേറെയാണ്, അങ്ങനെയല്ല. എല്ലാ ബിസിനസിന്റെയും മോഡൽ സെയിം തന്നെയാണ്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന മണി തന്നെയാണ്. അത് ബൈ പ്രൊഡക്റ്റ് മണി തന്നെയാണ് എല്ലാ ബിസിനസിന്റെയും. സോ ഓൾ ബിസിനസ് ആർ സെയിം. ഇതൊക്കെയാണ് നല്ല മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായ പോയിന്റ്സ്. ശരി. ഗിവ് ഇറ്റ് ഫ്രം ഹേർട്ട്, നമ്മൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബേസിക്കലി ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാ? അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനാണ്. യൂഷ്വലി കാശ് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവേണ്ട മൈൻഡ് സെറ്റിനെ നമ്മൾ കാശില്ലാത്തപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മണി വിൽ കം എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം കൂടും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ എത്രത്തോളം നമ്മൾ കയറ്റി വെക്കുന്നു അത്രത്തോളം നമുക്ക് വരുമാനം കൂടും എന്നുള്ളതാണ്. അതിൽ പറയാതെ പോയൊരു പോയിന്റ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാം. പീപ്പിൾ അതേഴ്സിന്റെ, അതായത് മറ്റുള്ളവരുടേത് സെലിബ്രേറ്റ് ചെയ്യുക. ലിമിറ്റേഷൻസിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ
സ്കേഴ്സിറ്റിയെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണാതിരിക്കുക. അതായത് ഞാൻ ബിസിയാണ്, എനിക്ക് പണിയില്ല, എന്റെ കയ്യിൽ കാശില്ല തുടങ്ങിയ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിന് നമ്മുടെ ഒരു എക്സ്ക്യൂസ് ഓരോരോ ജീവിതത്തിൽ എക്സ്ക്യൂസ് ആയിട്ട് കാണാതിരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് ഐഡിയകളുണ്ട് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താൻ. ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം. ഞാൻ ഒരു 2-3 കാര്യങ്ങളെങ്കിലും എന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ വന്ന വഴികളിൽ ഞാൻ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഡിസ്കൗണ്ട് ഞാൻ എവിടെയും ചോദിക്കാറില്ല. അതേപോലെ തന്നെ ഞാൻ പെട്രോൾ അടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഫുൾ ഹാഫ് ടാങ്കിന് മുകളിൽ നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പോളിസി. ഫുൾ ടാങ്ക് എല്ലാവരും പറയും എന്തിനാ സാറേ ഫുൾ ടാങ്ക്, ഇപ്പൊ ഇന്നലെ അമ്പിളി പറഞ്ഞ പറഞ്ഞത് അത് കത്തിപ്പോന്നൊക്കെ. അതല്ല, ഹാഫ് ടാങ്കിന് മുകളിൽ നമുക്ക് എപ്പോഴും ആ കുറയുന്നതായിരിക്കണം അടിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും അവസാന തുള്ളി ഓടിയിട്ട് റിസർവ് ഓടിയിട്ട് അത് കഴിഞ്ഞ് റിസർവ് ആയതിനു ശേഷം അടിക്കുന്ന ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തായാലും പെട്രോൾ അടിക്കണം, അതങ്ങ് അടിച്ചു വെക്കുക തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഒപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പേര് പൈസ തരാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അവരെ കുറിച്ചിട്ടൊരു 4 മോശം. ഇപ്പൊ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലൊക്കെ എനിക്ക് ഏകദേശം 10-12 ലക്ഷം രൂപ ഇപ്പോഴും കിട്ടാനുണ്ട്. അവനെ തന്തയ്ക്ക് വിളിച്ച്, അവന്റെ സ്വഭാവത്തിന് അവനെ തെറി വിളിച്ച്, അവനെ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശല്യപ്പെടുത്തി അങ്ങനെയൊന്നുമല്ല. ഞാനതിനെ വിട്ടു. അത് പൈസ വരും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആ പൈസ ആ വഴിയോ അല്ലെങ്കിൽ വേറെ വഴിയോ വരുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം, അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമ്മൾ ഇത്രയും നേരം 2 ദിവസം നമ്മൾ പഠിച്ചത് എന്താണെന്നറിയോ? സിഇഒക്ക് ഉണ്ടാവേണ്ട മൈൻഡ് സെറ്റിന്റെ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് പോയിന്റ്. ഇനിയുണ്ട് 3-4 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? That is abundance mindset, growth mindset. കൃത്യമായിട്ട് we should have abundance in our mindset. നമുക്ക് പണത്തിനെ കുറിച്ച് അത് അബണ്ടൻസ് എന്ന് പറയുന്നത് പണം മാത്രമല്ല കേട്ടോ. പണമാവാം, ഹെൽത്ത് ആവാം, ക്രിയേറ്റിവിറ്റി ആവാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാം. ഒരു സിഇഒന്റെ ബേസിക് ജോലി എന്ന് പറയുന്നത് ബേസിക്കലി 4 കാര്യങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. 1 ക്രിയേറ്റിവിറ്റി, 2 പ്രൊഡക്ടിവിറ്റി, 3-മത്തത് പ്രോസ്പെരിറ്റി, 4-മത്തത് ഹ്യൂമാനിറ്റി. 4 കാര്യങ്ങൾ. അതായത് അവനൊരു ക്രിയേറ്റിവിറ്റി വേണം, അവന്റെ പ്രൊഡക്ടിവിറ്റി ക്ലിയർ ആവണം, 3-മത്തത് സമൃദ്ധമായ പ്രോസ്പെരിറ്റി, 4-മത്തത് ഹ്യൂമാനിറ്റി. ഇതാണ് അവന്റെ ഒരു ജോലി ബേസിക്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ സിഇഒസും 4 കാര്യങ്ങളിൽ വ്യാപൃതരാവണം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ള പ്രൊഡക്റ്റ് കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. ഇന്നലെ ആരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പുതിയ മാർക്കറ്റിനെ തേടി പോകണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ആരും വരില്ല, നിങ്ങൾ ചെയ്യണം. നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മുന്നോട്ട് പോകുന്നു, അതിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്, കച്ചവടം അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ അത് അസൈൻ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാഫിന്, നിങ്ങളുടെ എംപ്ലോയീസിന് അസൈൻ ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരിക, പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വ്യാപൃതനാവുക. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് എന്റെ അടുത്തുണ്ട്, ആ പ്രൊഡക്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പോവുക എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ചെയ്യുന്ന കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ഇനി എനിക്ക് ചെയ്യാൻ പറ്റും ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് ഫ്രാഞ്ചൈസി കൺസൾട്ടിങ്. ബിസിനസ് എന്താ വേണ്ടത്? ബിസിനസ് എക്സ്പാൻഷൻ ആണ് വേണ്ടത്. ബിസിനസ് എക്സ്പാൻഷന് എന്ത് വേണം? നമ്മൾ പുതിയ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് മിക്കവാറും ഫ്രാഞ്ചൈസി മോഡൽ എക്സ്പാൻഷൻസ് ഉണ്ട്. നമ്മൾ അതിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിക്ക് എക്സ്പാൻഷൻ വേണം, ബിസിനസ് ഡെവലപ്മെന്റ് വേണം എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഫ്രാഞ്ചൈസർ, അതായത് ഈ കമ്പനിക്ക് എന്തൊക്കെ വേണമെന്നും ആ കമ്പനി നോക്കുന്ന കമ്പനിക്ക് ആൾക്കാർക്ക് എന്തൊക്കെ വേണമെന്നുള്ള ക്വാളിറ്റീസ് ഡിഫൈൻ ചെയ്യുന്ന നമ്മളെ ടീമാണ്. എന്നെ സംബന്ധിച്ചുള്ള അത് എന്റെ ക്രിയേറ്റിവിറ്റി സഭയിൽ ഞാൻ ചിന്തിക്കുന്ന പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ ദിവസം ഓരോരോ തോട്ടുകളാണ്. ഇപ്പോ വരുന്ന പോസ്റ്ററുകളും ഡിസൈനുകളും വീഡിയോസും അതിനോട് ബന്ധപ്പെട്ട പുതിയ സാധനത്തിനോട് ബന്ധപ്പെട്ടായിരിക്കും. അത് എന്റെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് വരണം. ഈ പ്രൊഡക്ടിവിറ്റി ചെയ്താൽ മാത്രം വരും. നമുക്ക് സന്തോഷപരമായ മനസ്സുണ്ടാവണമെങ്കിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവും, പ്രോസ്പെരിറ്റി ഉണ്ടാവും. പിന്നെ ഒപ്പം നമുക്കിതൊക്കെ ഉണ്ടായാൽ മാത്രം പോരാ. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കാര്യം, അത് മനുഷ്യനോട് ഹ്യൂമാനിറ്റി വേണം. ഇന്നലെ കർണാടകത്തിന്റെ ഇവിടെ അങ്കോലയില് അർജുന്റെ കേസിൽ മലയാളികളെ ഹ്യൂമാനിറ്റി, അതുകൊണ്ടാണ് അവിടെ ആളുകൾ ഓടിയെത്തിയതും. ഈവൻ എന്താ പറയാ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ അതിന്റെ പിന്നിലിരുന്നതും. അത് ഹ്യൂമാനിറ്റി ബേസ്ഡ് ആണ് കുറെ പേര്.
കുറെ ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിൽ ഹ്യൂമാനിറ്റി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് നിൽക്കുക, അല്ലാണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് പ്രോസ്പെരിറ്റിയാണ്. കയ്യിൽ കാശ് വേണം, സമൃദ്ധ. നാലാമത്തെ ഹ്യൂമാനിറ്റി പറഞ്ഞു, അല്ലാണ്ട് മൂന്നാമത് ഹ്യൂമാനിറ്റി നാലാമത് പ്രോസ്പെരിറ്റി അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല. പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റിക്ക് ഇറങ്ങുക. സ്വാഭാവികമായിട്ടും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അവസാനം അതുപോലും കടം മേടിച്ചു കൊടുക്കുന്ന അതല്ല. എനിക്കറിയാം, പ്രളയകാലത്തും അത് കഴിഞ്ഞും കുറെ ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തവരുണ്ട്. ഇപ്പോ സിഇഒസിന്റെ മെയിൻ ആയിട്ടുള്ള ജോബുകൾ ഈ 4 ആണെങ്കിൽ അതിലെ ഫസ്റ്റ് മൈൻഡ് സെറ്റിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, യു ഷുഡ് ഹാവ് എ ടണൽ വിഷൻ. ടണൽ വിഷൻ, പലതരത്തിലുള്ള വിഷൻ കേട്ടിട്ടുണ്ട്. ക്ലിയർ വിഷൻ, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള വിഷൻസ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ടണൽ വിഷൻ? ആരൊക്കെ കുതിരാൻ തുരങ്കത്തിലൂടെ പോയിട്ടുള്ളത്? ഇപ്പൊ കേരളത്തിലുള്ള ഒരു തുരങ്കം ഇപ്പൊ കുതിരാനാണ്. കുതിരാൻ തുരങ്കത്തിലൂടെ പോയിട്ടുള്ളത് എന്താ? ആരൊക്കെയുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവും, അല്ലെ? എന്താ കുതിരാൻ തുരങ്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം? ഡിജിലെ പാലക്കാട് പോകാറുണ്ടോ? തൃശ്ശൂരിൽ നിന്ന് ഉണ്ട്? യെസ്, ഉണ്ട്. ആ തുരങ്കത്തിലേക്ക് നീ വണ്ടി കയറുന്ന സമയത്ത് നിന്റെ ലക്ഷ്യം എന്താണ്? അല്ല, നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണല്ലോ. അതെ, നീ പറഞ്ഞ ആ തുരങ്കത്തിലേക്ക് നീ വണ്ടി കയറ്റുകയാണ്. നീ ഒരു ലക്ഷ്യം ഇല്ലാണ്ട് ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. പാലക്കാട് റൂട്ടിൽ, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് റൂട്ടിൽ നീ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നത്, നീ മണ്ണുത്തി കഴിഞ്ഞു നേരെ കുതിരാനിലേക്ക് കയറി, കുതിരാൻ തുരങ്കത്തിലേക്ക് കയറി. പിന്നെ നിന്റെ ലക്ഷ്യം എന്താണ്? അപ്പുറത്ത് കിടക്കണം. അപ്പുറത്ത് കിടക്കണം. അപ്പുറത്ത് കടന്നില്ലെങ്കിലോ? വെട്ടു. ഇതാണ് ടണൽ വിഷൻ. നമ്മളൊരു ടണലിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഏറ്റവും വലിയ വിചാരം, ഇരുട്ടിലൂടെ പോവുകയാണെങ്കിൽ ആ എൻഡിൽ കാണുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ നടന്നെടുക്കും. ആണോ? അതാണ് ടണൽ വിഷൻ. ആ വെളിച്ചം ആര് തീരുമാനിക്കണം? അത് എവിടെയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇപ്പോ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ഓണേഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജൂലൈ മാസത്തെ സാലറി കൊടുക്കണം, പ്രശ്നങ്ങൾ ഒഴിവാക്കണം, ഇതായിരിക്കും. അതായത് ജൂലൈ മാസത്തെ സാലറി കൊടുക്കാൻ എന്താണോ ചെലവ്, ജൂലൈ മാസത്തിലെ വരുമാനത്തിൽ എന്താണോ ചെലവ്, വരുമാനം എത്രയാണോ വേണ്ടത്, അതിനെക്കുറിച്ചായിരിക്കും ഇവിടെ ഇരിക്കുന്ന 70% തൊട്ട് 80% വരെ ആളുകളുടെയും ചിന്ത. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്കറിയാം ആരൊക്കെയെന്നുള്ളത്. അങ്ങനത്തവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം കടന്നു പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ്. ജൂലൈയിലെ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓഗസ്റ്റിലെ പ്രശ്നം വരുമ്പോൾ തീരുമ്പോൾ സെപ്റ്റംബറിൽ പ്രശ്നം. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. മറിച്ച് 2025 ഡിസംബറിന്റെ ഉള്ളിൽ എനിക്ക് ഇത്രത്തോളം എമൗണ്ട്, ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അടുത്ത 1.5 വർഷത്തിന്റെ ഉള്ളിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഏറ്റവും ടണൽ വിഷൻ, അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും, അല്ലെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ടണലിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത വെളിച്ചം കാണുക എന്നുള്ളതാണ്. അതിനുള്ളിൽ പെട്ടുപോകും അല്ലെങ്കിൽ എന്നറിയാം. അപ്പൊ നമ്മൾ അവര് പറയുന്ന 40 കിലോമീറ്റർ സ്പീഡിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ആ ടണലിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആക്സിലേറ്ററിൽ അമർത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടി സ്ലോ ചെയ്ത ഗിയർ മാറ്റിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യം അതിന്റെ പുറത്തേക്ക് കിടക്കുമ്പോ കുതിരാൻ കടന്നു കിട്ടി. ആണോ?
പക്ഷെ ആ സമയത്ത് നിങ്ങൾ കടന്നുപോയ 1.5 കിലോമീറ്റർ ദൂരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഒരു 1.5-2 കിലോമീറ്റർ നീളമുള്ള ഒരു പാലത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പാലത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പാലത്തിന് അക്കരയ്ക്ക് കടക്കണം. ആ പാലം കടന്നു കഴിഞ്ഞാൽ സമാധാനം. ശരിയാണോ? അപ്പൊ നിങ്ങളുടെ ആസ് എ സിഇഒ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ആ ടണലിനപ്പുറത്താണുള്ളതായിരിക്കണം. മെയിൻ നിങ്ങളുടെ അജണ്ട, മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു എയിം ആയിരിക്കണം. ആ എയിമിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത്ര ദൂരം, അത് 1 കിലോമീറ്റർ ആട്ടെ 2 കിലോമീറ്റർ ആട്ടെ, നിങ്ങൾ അറിയ പോലുമില്ല ആ 2 കിലോമീറ്റർ ദൂരം കടന്നു പോകുന്നത്. റൈറ്റ്? ഈ 2 കിലോമീറ്റർ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ 100 മീറ്ററും നമ്മൾ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഓരോ പില്ലറുകളും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശരിയല്ലേ? അതേപോലെ 2025 നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ടാർഗറ്റ് ആണ് നിങ്ങൾക്ക് 2025 ഡിസംബർ 31 തീയതി ന്യൂ ഇയർ ഈവിന് പോകുന്നതിന് മുന്നേ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സിഇഒയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ജൂലൈയിലത്തെ, ഓഗസ്റ്റിലെ, സെപ്റ്റംബറിലെ, ഒക്ടോബറിലെ അതൊന്നും ബിസിനസ് ഒന്നും അവന്റെ പ്രശ്നമാവില്ല. അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2025 ഡിസംബർ 31 തീയതി അതിന്റെ ഉള്ളിൽ 1 കോടി. അതിനുള്ള പ്ലാൻ അവൻ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കും. ജൂലൈയിൽ എത്ര, ഓഗസ്റ്റിൽ എത്ര, സെപ്റ്റംബറിൽ എത്ര, ജനുവരിയിൽ എത്ര, അടുത്ത ജൂലൈയിൽ എത്ര, അടുത്ത ഓഗസ്റ്റിൽ എത്ര എന്ന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കും. ആ ഒരു വിഷനിലേക്കായിരിക്കണം സിഇഒന്റെ, അതായത് ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു സിഇഒ അല്ലെങ്കിൽ ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. കപ്പലിൽ കയറിയിട്ട് ക്യാപ്റ്റൻ കപ്പലിനെ കൺട്രോൾ ചെയ്യുമ്പോൾ 2 സൈഡും കടലായിരിക്കും അല്ലെ? 2 സൈഡും കടലാണ്. മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും കടലാണ്. കപ്പൽ കുറെ കടലിൽ നടുവിൽ നിൽക്കുന്ന ഒരു സംഭവം മാത്രം. പക്ഷെ അവൻ അവിടെ നിർത്തിയിടോ? അവൻ അടുത്ത സ്റ്റെപ്പ് പോകാമെന്നാണ് ചിന്തിക്കുക? അല്ല, അവനെ ലക്ഷ്യം സംഭവിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് എന്റെ കപ്പലിനെ അടുപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന കപ്പിത്താനാണ് യഥാർത്ഥ കപ്പിത്താൻ. അല്ലാതെ ചുമ്മാ ഒരു 100 മീറ്റർ ഓടിച്ചിട്ടൊന്ന് വൈകുന്നേരം നിർത്താം എന്ന് ചിന്തിക്കുന്നവനല്ല. സോ നമ്മുടെ നാട്ടിൽ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇവിടെ ഇരിക്കുന്നവരെ പ്രശ്നം, അതിപ്പോ ഇന്നലെ ഞാൻ ഷാനിദിനോട് സംസാരിച്ചു, നബുലിനോട് സംസാരിച്ചു, ഇവിടെ ഇരിക്കുന്ന പലരോടും ഇന്നലെ എന്നെ കോൾ ചെയ്തു. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് മാസത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ലക്ഷ്യങ്ങളാവരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് മാസത്തെ വരുമാനത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ലക്ഷ്യങ്ങളാവരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിന് പിറ്റത്തെ വർഷം അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം പീരീഡിൽ ടൈം ബൗണ്ട് ചെയ്തിരിക്കുന്ന എയിം ഫിക്സ് ചെയ്യുന്ന, ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന വിഷൻ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കറന്റ്ലി നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ ഏബിൾ അല്ലെങ്കിൽ കേപ്പബിൾ അല്ലെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ ഫണ്ട്. അവിടെയാണ് സിഇഒന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ടത്. ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്തത് കണ്ടുപിടിക്കണം, അതും വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ ജോജി ഇവിടെ ഇരിപ്പുണ്ട്, ജോജി UK മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ എന്നല്ല തീരുമാനിക്കുക. UK ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വേണം, അതിനൊപ്പം എനിക്ക് എന്റെ ടാർഗറ്റ് ഇതാണ്, ഞാൻ അടുത്ത കൺട്രീസിലും കൂടി എനിക്ക് സ്റ്റുഡൻസിനെ അയക്കാൻ സാധിക്കണം, അതിനുള്ള സപ്പോർട്ടും അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് ജോജി ചിന്തിക്കും. എന്റെ അടുത്ത് ഇപ്പൊ UK എല്ലാ യൂണിവേഴ്സിറ്റികളും എന്റെ അണ്ടറിലാണ്. സോ ഐ വിൽ ഡു ഓൺലി UK. അങ്ങനെ മാത്രമല്ല, അതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ടാർഗറ്റ് നമ്മൾ എയിം ചെയ്തിരിക്കുന്ന ടാർഗറ്റിൽ എത്തുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് എ ബി പ്ലാൻ ആൻഡ് വി ഷുഡ് ഹാവ് എ ക്രിയേറ്റിവിറ്റി പ്ലാൻ. വി വിൽ മേക്ക് ഇറ്റ്. യു ഗോട്ട് മൈ പോയിന്റ്? ആർക്കെങ്കിലും ഈ പോയിന്റിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ പറയും. എനിവൺ വാണ്ട് ടു ടോക്ക്? നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ തട്ടിത്തടഞ്ഞു നിൽക്കുന്നുണ്ടോ? വിഷനില് എവിടെയെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി ജനിച്ചു വീഴുന്ന, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ അവൻ ചിന്തിക്കുന്നത് എന്തറിയോ? അവളെ നല്ലൊരു പൊരുത്തിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. അതിനു മുന്നേ അവൾക്ക് ഏകദേശം ഇത്ര രൂപയുടെ സ്ത്രീധനം കൊടുക്കണം. അതില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് വേറെ കാര്യം. ഇത്ര രൂപയുടെ സ്വർണം കൊടുക്കണം, ഇത്ര രൂപ ചെലവ് വരുമെന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛൻ, ഒരമ്മ, ഒരു പാരന്റ്സ്, അവരത് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു 20 പവൻ സ്വർണം കൊടുത്ത്, സാധാരണ കുടുംബത്തിലെ 20 പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചയക്കുന്ന ഒരു അച്ഛന്റെ ചെലവ് എന്തായിരിക്കും കല്യാണത്തിന്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു 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 ജീവിതകാലം എത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞൊരു 50 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ചിലപ്പോൾ 1 കോടി രൂപ മാക്സിമം ഒരു ജീവിതകാലം മുഴുവൻ. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വീട് വെക്കല്, അതുപോലെ തന്നെ മകളെ കല്യാണം കഴിച്ചേക്കുക. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അത് ഏറ്റവും മിനിമം ഒരു 20 പവൻ എന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയായി ഏറ്റവും മിനിമം. കല്യാണം കഴിച്ചടയ്ക്കാൻ അടുത്തൊരു 5-10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ ഒരു കല്യാണത്തിന് മാത്രം. വീട് വെക്കാൻ അടുത്തൊരു 25-30 ലക്ഷം. അവന്റെ ജീവിതത്തിലെ 2 കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 50 ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അവന്റെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കുട്ടി ജനിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്നത് മുതൽ ആ വീട് വെക്കണമെന്നും ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുള്ള ലോങ് വിഷനാണ്, ടണൽ വിഷനാണ്. അവരത് മാത്രം ലക്ഷ്യം. അതിന്റെ ഇടയ്ക്കുള്ള പട്ടിണി, പരിവട്ടം, പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, ടെൻഷൻസ്, കടങ്ങൾ, ഇതൊന്നും അവന്റെ വിഷയമല്ല. അവൻ ഈ ഒരൊറ്റ കാര്യം മാത്രത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു പാരന്റിന് ഈസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി അവർ കല്യാണം കഴിപ്പിക്കാനും ഈ പറഞ്ഞ പോലെ വീട് വെക്കാനും, നമ്മുടെ സാധാരണക്കാരന്റെ കാര്യം ഞാൻ പറയുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു വിഷൻ പോലും ഇല്ലാത്തൊരു ഒരു ബിസിനസ്സുകാരൻ വഴിക്കിൽ വെച്ച് ഫെയിൽ ആവുക. അവൻ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? യു ഡോണ്ട് ഹാവ് എ വിഷൻ, എയിം, ടാർഗറ്റ്, ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ പേപ്പറിൽ എഴുതി 2024 ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ എത്ര രൂപയുടെ ബിസിനസ്, എത്ര രൂപയുടെ ടേൺ ഓവർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതി. അപ്പൊ കടന്ന് ബബ്ബടിക്കും പലരും. ഇതിലിരിക്കുന്ന 80% ആളുകൾക്കും അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു മാപ്പ് തന്നു, നിങ്ങൾ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണ് സ്ഥലം എന്നറിയാതെ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും? മറിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ വീടെത്തിയിരിക്കും, അല്ലേ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഇവിടെയാണെന്ന് അറിയാം. നാൻസി മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ പോകുന്ന വഴി മുഴുവൻ ബ്ലോക്ക്, വീടെത്താതിരിക്കൂ? എങ്ങനെയെങ്കിലും എത്തൂലേ? വേലി ചാടിക്കിടന്നാണെങ്കിലും മതില് ചാടിക്കിടന്നാണെങ്കിലും അപ്പുറത്തെ വീട്ടിന്റെ പിന്നിലൂടെ പോയിട്ടാണെങ്കിലും നമ്മൾ ആ വീട്ടിലെത്തും. ശരിയാണോ? ബിക്കോസ് നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഡെയിലി പോകുന്ന വഴിയിലൂടെ മാത്രമാണോ സഞ്ചരിക്കുക? അവിടെ ഒരു തടസ്സം വന്നാൽ അടുത്ത തടസ്സം, അടുത്ത വഴി നോക്കുന്നു. നാൻസി മാഡത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ എത്ര വഴി വെച്ചാൽ നാൻസി മാഡം പറയും ഒരു ഒറ്റ വഴി. ആ വഴി ഒന്ന് ബ്ലോക്ക് ചെയ്താൽ കാണാം നാൻസി മാഡം അതിന് തൊട്ടപ്പുറത്ത് പുതിയ വഴി വെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും. അപ്പൊ ലക്ഷ്യമാണ് ഇവിടെ പ്രശ്നം. ഗോൾ സെറ്റിംഗിൽ ഞാൻ കഴിഞ്ഞ തവണ ജനുവരിയിൽ നമ്മൾ ഇവിടെ എനിക്കൊന്ന് മനോജേട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗോൾ സെറ്റിംഗിൽ നമ്മൾ ഒരു സെഷൻ എടുത്തു. ആ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഗോള് വേണം. ആ ഗോള് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗോള് എത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്തവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സുധീഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആള്, അദ്ദേഹം അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിറ്റേത്തെ മാസം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് മാസം 1 ലക്ഷം രൂപയുടെ 1.5 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു 50,000 രൂപ കിട്ടും, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്കൊരു 3 ലക്ഷം ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അടുത്തൊരു 4-5 മാസം. സാറ് പറഞ്ഞു, ഞാൻ അതങ്ങ് എഴുതി വെച്ച് പിറ്റേ ദിവസം പണി തുടങ്ങി. പിറ്റത്തെ മാസം തന്നെ ഞാൻ 3 ലക്ഷം രൂപ, അതിന്റെ പിറ്റത്തെ മാസം 5 ലക്ഷം രൂപ. 3-ാമത്തെ മാസം എന്നെ വിളിച്ചിട്ട് പറയാം, സാറേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ 5 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്തു, ഇപ്പൊ ഞാൻ അതിന് സാധനം ഉണ്ടാക്കണ്ടേ? അപ്പൊ അതാ എന്റെ ടെൻഷൻ. ബിസിനസ് അച്ചീവ് ചെയ്തു, കൊടുക്കാൻ ഓർഡർ ചെയ്ത് സാധനം കൊടുക്കാൻ ഉണ്ടാക്കണ്ടേ? അത് ടെൻഷനായി. കച്ചവടം ഇല്ലാന്നല്ല, കച്ചവടം കൂടിയെന്നാ പ്രശ്നം. വിഷനാണ്. എഴുതി വെക്കും. ഈ പരിപാടി കഴിഞ്ഞ ഒരു 5, ഞാൻ ഈ പറഞ്ഞ പരിപാടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എഴുതാതെ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഞാൻ ചെയ്ത് കേട്ടിട്ടുണ്ട് എന്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു വീഴ്ച ഉണ്ട്. ശ്രീ സാറ് ടണൽ വിഷനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഗോള് 5-3 എന്റെ അമ്മോ എന്ന് പറഞ്ഞിട്ടൊരു വീഴ്ച ഉണ്ട്. ആ വീഴ്ചയാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ ഇതിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ കിലുക്കത്തിൽ ഇന്നസെന്റിന്റെ സീനൊന്നും കൂടി കണ്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. ഇതും അതും കണക്ട് ചെയ്താൽ മതി. ഒരിക്കലും എത്തില്ല അല്ലെങ്കിൽ എത്താത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ വീഴ്ച വീട്. സോ യു ഷുഡ് ഹാവ് ടണൽ വിഷൻ. എന്തേലും പറയണ്ടോ? എന്തങ്ങനെ അന്തം വിട്ടിരിക്കുന്ന എല്ലാരും? സീരിയസ്ലി, എനിത്തിങ് യു വാണ്ട് ടു ടെൽ മീ? എനിബഡി?
രാവിലെ മിണ്ടാതെ ഇവിടെ വന്നിരുന്നപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിക്കൂട്ടോ, അങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കൂട്ടും. നമ്മൾ വിചാരിക്കും ധ്യാനത്തിലാണെന്ന്. ധ്യാനത്തിലൊന്നും ആയിരിക്കില്ല, ഉറക്കത്തിലായിരിക്കും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്തകൾ നമ്മൾ എടുക്കാറില്ല തലയിലേക്ക്. അതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. പക്ഷെ ഇതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് തന്നെ കണ്ടോളൂ. പറയും, ആരെങ്കിലും പറ, എന്താണ് നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയട്ടെ ഞാന്, നമ്മുടെ ഇന്ന് വരെ 3 ദിവസത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ 40 ക്രോസ് ചെയ്തു. 43 പേര് ഇപ്പൊ 42 പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ രമേശെ, ഞാൻ ആ പറഞ്ഞ 100-ൽ 23-25 പേര് നമ്മൾ ക്രോസ് ചെയ്ത് ആ ലക്ഷ്യം ക്രോസ് ചെയ്തു. 40-45 പേര് അച്ചീവ് ചെയ്യണമെന്ന് പറയുന്നത്, 6 മണിക്ക് എഴുന്നേറ്റു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം, വലിയ സന്തോഷമുള്ള കാര്യം. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, മാക്സിമം പേര് വീഡിയോ കോൾ ഓൺ ചെയ്യണം എന്നുള്ളതാണ്. എന്നാലാണ് ഇത് കാണുമ്പോൾ എന്ത് രസം അറിയോ നിങ്ങൾക്ക്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്ത് രസം അറിയോ എനിക്കിങ്ങനെ ലാപ്ടോപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നവൻ. ഒന്നും പറയാനില്ല, ആരെങ്കിലൊക്കെ ഒന്ന് പറയടോ. ഞാൻ പേര് വിളിച്ചിട്ട് മറ്റേ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ നിന്ന് വിളി തുടങ്ങും. പറ, 2 മിനിറ്റ് രമേശ് ഇന്ററാക്റ്റീവ് സെഷൻ അല്ലെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവിടെ നടത്താത്ത എന്റെ കുറ്റമല്ല കേട്ടോ. ആ പറഞ്ഞോ. 2 പോയിന്റ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തും പറയും. ഇനിയുണ്ട് 2, 1, 2, 3, 4 പോയിന്റ് നമ്മളത് തീർക്കും. നാളെ പുതിയ ഇതിനോട് ബന്ധപ്പെട്ട് വേറെ ടോപ്പിക്കാണ്. പറഞ്ഞോ, പേരെടുക്കണോ, പേര് വിളിക്കണോ? ഞാനിന്ന് വീഡിയോ ഓണാക്കാത്ത ആൾക്കാരെ വിളിക്കണം. ശരി, ഷാനിദ് പറയൂ. ഷാനിദ് ഇതന്നെ പേര് വിളിക്കലല്ലേ, മിണ്ടിയില്ലെങ്കിൽ പേര് വിളിക്കില്ല. കണ്ട ഞാനിങ്ങനെ വേറെ ഒറ്റ കണ്ട. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറയും. നെറ്റ് പ്രശ്നമുണ്ട്. സോറി നെറ്റ് പ്രശ്നമുണ്ട്. സോറി ഡിയർ, താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. പറ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ല. പറ, ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നു. മ്യൂട്ടായി. പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നെറ്റ് നല്ല പ്രോബ്ലം ഉണ്ട്, നെറ്റ് ക്ലിയർ ആക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സാറ് പറഞ്ഞപ്പോൾ ഞാൻ അത് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഇതിന്റെ സെയിൽസ് എത്രയിൽ എത്തിക്കണം എന്നുള്ള ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസംബർ ആണ് അതിന്റെ ലാസ്റ്റ് ടൈം പറഞ്ഞു. ജനുവരി സെറ്റ് ചെയ്തതാ. അതിലേക്കുള്ള പ്രയാണത്തിലാണ്. സെയിൽ കൂടുന്നില്ല. പിന്നെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ചാനൽ വിഷൻ. ശരി, ഞാൻ പരമാവധി ഇന്ററാക്റ്റീവ് ആകാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ മിണ്ടാതെ എന്റെ കുറ്റമല്ല. എന്താ പറയാ, എന്റെ പഴയ ബോസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. NIFE എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണറായിട്ടിരുന്ന തോമസ് സാർ, MB തോമസ്. ഇപ്പൊ ISSD എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റുന്നതിലുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് MB തോമസ്. അദ്ദേഹം പറയുന്ന ഒരു പരിപാടിയുണ്ട്. മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ സൈക്കിളിന്റെ ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ, എന്റെ കയ്യിൽ കുറ്റമില്ല, 1, 2, 3. ഞാൻ ബെല്ലടിച്ചിട്ടുണ്ട്, മാറി നിന്നത് എന്റെ കുറ്റമല്ല, പറയാനുള്ളത് പറയുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്നത് ഡിസിഷൻ മേക്കിംഗ്. മൈൻഡ് സെറ്റ് ഒരു ഡിസിഷൻ മേക്കറുടേതായിരിക്കണം, സിഇഒയുടെ. അതിന്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കാത്തവരെ കുറിച്ചാണ് എനിക്ക് കംപ്ലൈന്റ്. ഇന്ന് ഇവിടെ വരാത്തവരെ കുറിച്ച്, നമ്മുടെ ഗ്രൂപ്പിൽ വരാത്തവരെ കുറിച്ചാണ് എനിക്ക് കംപ്ലൈന്റ്. ഏകദേശം 4000 പേരിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതിൽ 90% ആളുകൾക്കും ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ മനസ്സുകൊണ്ടെങ്കിലും ആവശ്യമാണ് എന്ന് പറഞ്ഞവരാണ്. ഞാൻ അവിടെ കളിച്ചൊരു കളിയുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ ഏത് പരസ്യവും അല്ലെങ്കിൽ ഏതൊരു മെസ്സേജും ഞാൻ 2-3 തവണ ഞാൻ അയക്കാറുണ്ട്. ഓക്കെ, 2-3 തവണ ഞാൻ അയക്കാറുണ്ട് ഓരോ പരസ്യവും. ഞാൻ അവിടെ ചെയ്തത്, ഇത്തവണ ഞാൻ ചെയ്തത്, ഈ ഒരു പരസ്യം നമ്മുടെ ഈ 21 ഡേയ്സിന്റെ പ്രോഗ്രാം ഒരേ ഒരു വട്ടമാണ് ഈ 4000 പേരിലേക്കും എത്തിയിട്ടുള്ളത്. ഒരേ ഒരു വട്ടം മാത്രം എത്തിയിട്ടുള്ളൂ.
ആരാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആദ്യത്തെ വട്ടം ആ ഗ്രൂപ്പ് മെസ്സേജ് കണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് വന്നവരാണ്. ആദ്യത്തെ വട്ടം ആ മെസ്സേജ് കണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തവർ. അതായത് നിങ്ങൾ എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കാണുന്നത് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ടത് ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ്. എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് അവിടെ തന്നെ ഡിസിഷൻ എടുക്കണം. ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതാണ്, എനിക്ക് ഗുണമുള്ളതാണെങ്കിൽ ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ക്വിക്ക് ഡിസിഷൻ എടുക്കണം ഒരു ബിസിനസ്സുകാരൻ. ആ ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഇന്നലെ പറഞ്ഞ പ്രോക്രാസിനേഷനും കൂടി ആ രണ്ടും കൂടി കൂടിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരൻ പലപ്പോഴും പൊളിഞ്ഞ് ഇല്ലാതാകുന്നത്. സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ തീരുമാനം എടുക്കണം, അതിൽ ഞാൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് പല സിഇഒസിനും പല ഓണർമാർക്കും പല മുതലാളിമാരെന്ന് സ്വയം അടിക്കുന്നവർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഡിസിഷൻ മേക്കിംഗ്. ശരിയല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു കാര്യം അതപ്പ തീരുമാനിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഓഫർ വരുന്നു, ഒരു പ്രപ്പോസൽ വരുന്നു, ഒരു വൺ ടൈം പ്രപ്പോസൽ ആണെന്ന് വിചാരിക്കുക. അതിനപ്പ ഡിസിഷൻ എടുത്താലല്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പലർക്കും മടിയാണ് കേൾക്കാൻ. ഞാൻ എത്ര പേര് കേട്ടു എന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് എത്ര പേര് കണ്ടു, അത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്നൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ ഇട്ടിട്ടുണ്ട്, കസ്റ്റമർ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമർ. നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പ്രപ്പോസൽ, നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം കൂടിയാണെങ്കിലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്ഷൻ വെച്ചിട്ട് മുന്നോട്ട് കുറച്ചു കാലം മാറി നിൽക്കുന്ന ആ മെന്റാലിറ്റിയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് പറയുന്ന സ്ഥിരം പല്ലവി എന്തായിരിക്കും അറിയൂ? ഞാനൊന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ ആലോചിച്ചിട്ട് വരാട്ടോ. അവ അങ്ങോട്ട് വരൂല്ല. ആലോചിച്ചിട്ട് വരാതെ പറഞ്ഞു പോകുന്ന ഒരു കസ്റ്റമർ തിരിച്ചു വരില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നിങ്ങളൊരു ഡിസിഷൻ മേക്കർ ആണെങ്കിൽ, നിങ്ങൾ അപ്പൊ സ്പോട്ടിൽ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അതിനൊപ്പം നിൽക്കും ആളുകൾ, അതിനൊപ്പം നിൽക്കും നമ്മുടെ പ്രകൃതി. ശരിയാണോ? അനുഭവം ഉണ്ടോ? സോ അത് എടുക്കാത്തതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട സാധനമാണെങ്കിൽ അപ്പൊ ഡിസിഷൻ എടുക്കുക. വേണ്ട സാധനമാണെങ്കിൽ ഡിസിഷൻ എടുക്കുക. നിങ്ങളോട് പറയാണ്, ഐശ്വര്യ റായ് വന്നിട്ട് പറയാണ്, ഐ ലവ് യു, ഓൺലി ഫോർ അനദർ 30 seconds യു ഹാവ് ചാൻസ് ടു പ്രൊപ്പോസ് മീ ബാക്ക്. എന്ത് പറ്റി എന്തുണ്ടോന്നറിയില്ല, തിരിച്ച് അപ്പ കയറി ഐ ലവ് യു ടു എന്ന് പറയൂ. അഭിരാം പറയും, അതെനിക്ക് ഉറപ്പാണ്. ബാക്കിയുള്ളവരെ കാര്യമൊക്കെ അറിയില്ല. ജീവൻ സാറ് പറയൂ ഇല്ല എന്നുള്ള ആലോചിക്കില്ല. ഇനിയിപ്പോ ദീപ ചേച്ചിയോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാന്ന് പറയൂ. എനിക്കൊരു ഭാര്യയുണ്ട്, അപ്പൊ ഭാര്യയോടൊന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ നാളെ വരാന്ന് പറയൂ. നിങ്ങൾ തിരിഞ്ഞ് ദിവ്യ ചേച്ചിയോട് സംസാരിക്കാൻ പോണ സമയത്തേക്ക് ഇവിടെ ഐശ്വര്യ റായ് വേറെ ആളെ പോയിട്ടുണ്ടോ? സീരിയസ്ലി. മറിച്ച് ഐ ലവ് യു ടു, അവിടെ നിൽക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ പരിപാടിയാവും. ആ ഡിസിഷൻ എടുക്കാത്തതാണ് പലരുടെയും പ്രശ്നം. ചില എംപ്ലോയീസ് നിങ്ങളെ വല്ലാതെ സ്ക്രൂ ചെയ്യുന്നുണ്ടായിരിക്കും, വല്ലാതെ സ്ക്രൂ ചെയ്യുന്നുണ്ടായിരിക്കും. അതെ, അവൻ എൻ്റെ അമ്മാമന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ചെറിയച്ഛന്റെ കൊച്ചനാണ്, അവർ ആ ഒരു റിലേഷനിൽ വന്നിട്ടാണ് നമ്മുടെ ഇപ്പൊ കമ്പനിയിൽ ജോയിൻ ചെയ്ത്. അവനോട് ഇപ്പൊ ഞാൻ എന്താ പറയുക? അവൻ ചെയ്തത് തെറ്റാണ്, എന്താ ഞാൻ പറയുക? ഒന്ന് ആലോചിക്കട്ടെ, തീരുമാനം എടുക്കട്ടെ. അവനെ പറഞ്ഞു വിടേണ്ടതാണെങ്കിൽ പറഞ്ഞു വിടണം. അവൻ നിങ്ങളുടെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണ്, അത് ഏത് റിലേറ്റീവ് ആണെങ്കിലും നിർത്തിക്കോ പൊക്കോ എന്ന് പറയാനുള്ള ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രപ്പോസൽ, ബിസിനസ് പ്രപ്പോസൽ, ഒരു വലിയ വരുമാനം ഉണ്ടാക്കുന്ന പ്രപ്പോസൽ വരുമ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കാതെ അതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് യെസ് ഐ ആം ഗിവിംഗ് യു ഹാൻഡ്, ഞാൻ നിനക്ക് കൈ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ധൈര്യമുള്ള ആളായിരിക്കണം സിഇഒ, ക്യാപ്റ്റൻ. നിങ്ങളൊരു കാര്യമല്ല ചോദിക്കും, ക്രിക്കറ്റ് കളിക്കുന്നു, ഫൈനൽ ഓവറാണ്, പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുന്നു. ആ സിറ്റുവേഷനിൽ ധോണി എന്ന് പറയുന്ന ആളെടുക്കുന്ന തീരുമാനമാണ് ഇന്ത്യയുടെ കപ്പ് കിട്ടുന്ന കാര്യത്തിനെ കുറിച്ച് തീരുമാനിക്കുന്നത് എങ്കിൽ ധോണി അവിടെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യ കളി തീർക്കും. മറിച്ച് കൂളായിട്ട് നിന്നിട്ട് യെസ് 11 സെക്കൻഡോ 10 സെക്കൻഡോ ടൈം ഉള്ളത്,
ഇതെന്താണെന്നറിയാലോ, തേർഡ് അമ്പയർക്ക് വിട്ടു. അയ്യോ, ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് അടുത്തൊരു ചാൻസ്, അഥവാ ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു ചാൻസ് കിട്ടില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ധോണിയാണെങ്കിൽ എത്രയോ കളികൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. സ്പോട്ടിൽ ടിങ് എന്നടിക്കും. അമ്പയറുടെ തീരുമാനം വരുന്നു. അമ്പയറുടെ തീരുമാനം വരുന്ന അതേ സെക്കൻഡിൽ ധോണി എങ്ങനെ ക്യാപ്റ്റൻ കൂൾ ആവുന്നത്, ധോണി എങ്ങനെ വിന്നിംഗ് ക്യാപ്റ്റൻ ആയത്, ധോണി എങ്ങനെ മുന്നോട്ട് പോയത്, ധോണി എങ്ങനെ എത്രയും ആൾക്കാർ ആരാധിക്കുന്നത്. ഒരു പക്ഷെ സച്ചിൻ കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ധോണി. എങ്ങനെയായത്? അദ്ദേഹത്തിന്റെ ഡിസിഷൻ പവർ ഉണ്ടാവും. അദ്ദേഹം അത്രയും നന്നായിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൂളായിട്ടുള്ള മൈൻഡ്, കൂൾ മൈൻഡ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അപ്പുറത്ത് ഏറ്റവും വലിയ സംഭവമാണ് എന്ത്? ഡിസിഷൻ. സ്പോർട്ടിൽ ഡിസിഷൻ എടുക്കും. ആരവിടെ ക്രിക്കറ്റ് ഭ്രാന്തന്മാരുള്ളത്? എനിക്കധികം ക്രിക്കറ്റിനെ കുറിച്ച് അധികം വശമില്ല, പക്ഷെ കുറച്ചൊക്കെ അറിയും. അവർ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടാവും ക്രിക്കറ്റിനെ കുറിച്ച്. ആരാ ക്രിക്കറ്റ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അവിടെ? എനിബഡി? നിസാമെ കാണാറുണ്ട്? നിസാമെ കാണാറുണ്ട്. അങ്ങനെ ഓവറായിട്ട് ഓവറിൽ 6 എനിക്കറിയില്ല. ഓവറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിൽ 6 പാണ്. അതെനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് ഞാൻ പറഞ്ഞത്. നിസാമിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ്. നെറ്റ് പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് നമ്മളൊന്ന് ഓവറല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു പ്രശ്നം, ജീവൻ സാറെ അടുത്ത മാസം സാലറി കൊടുക്കണ്ടേ? ജീവൻ സാറെ, അതിനുള്ള വല്ല വഴിയും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട് സാറേ. കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ പിറ്റത്തെ മാസത്തെ അല്ല, പിള്ളേരുടെ മേടിക്കണം. മേടിക്കണം. അത് കഴിഞ്ഞിട്ടോ? അതും അങ്ങനെ തന്നെയാ സാർ. മൊത്തം ഈ മാസം ഇത്തവണത്തെ ബിസിനസ് ഭയങ്കര ഡൗൺ ആണ്. നമ്മൾ എന്ത് ചെയ്യും? പുതിയ ബിസിനസിന്റെ ഇന്നലെ ഞാൻ എറണാകുളത്തായിരുന്നു. ചിലതൊക്കെ ആവുന്നുണ്ട്. പുതിയതായിട്ട് ഒന്നും അങ്ങോട്ട് മാറാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുക സാർ. ജീവൻ സാർക്ക് അറിയാം, ഇവിടെ ഇരിക്കുന്ന 90% ആളുകളും ഒരു ഡിസിഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്നവരാണ്. ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ പോയിട്ട് തലയിൽ കൈവച്ചിരിക്കും, ഓഫീസിൽ തലയിൽ കൈവച്ചിരിക്കും. പറ്റുകയാണെങ്കിൽ അടുത്ത ബാറിൽ പോയിട്ട് സാധാരണ 2 പെഗ് അടിക്കുന്നുണ്ടെങ്കിൽ 4, 5, 6 പെഗ് അടിക്കും. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. മറ്റേ അടി ഉണ്ടെങ്കിൽ അടി എല്ലാം. സിയോസിന്റെ ഏറ്റവും വലിയ പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മയും റീസൈലൻസ് ഇല്ലായ്മയും. എന്താണ് റീസൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു പ്രശ്നത്തിനെയും നേരിടാനുള്ള പ്രതിരോധ ശേഷി ഇല്ലായ്മയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വികാരപരമായിട്ട് എനിക്കത് പറയേണ്ടി വരും. നമ്മുടെ നാട്ടില് തകരുന്ന ഒരുപാട് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങളുടെ വീട്ടുകാര്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോയ സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് തരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയുമോ? ഈ തകരുന്ന ബിസിനസ്സുകളെ കണ്ടുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ തകരുന്ന ബിസിനസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങും ചെയ്യും. ബിസിനസ് തുടങ്ങി ആദ്യത്തെ 1 മാസം 2 മാസം പ്രശ്നങ്ങളിലേക്ക് പതിയെ ഇറങ്ങി നമ്മൾ എടുത്തു വെച്ച കയ്യിലെ കാശ് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു വരുന്നൊരു പ്രശ്നമുണ്ട്. അത് ഞാനും കടന്നു പോയിട്ടുള്ളതാണ്, ഇവിടെ ഇരിക്കുന്ന പലരും കടന്നു പോയിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും 2 ഗുണങ്ങളാണ്, ഒന്ന് കോൺഫിഡൻസ്, ഒന്ന് റീസൈലൻസ്. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാനൊരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ യെസ് ദർ ഈസ് 1000 കസ്റ്റമേഴ്സ്, 1000 കസ്റ്റമർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ ഒരു കസ്റ്റമറെ ചെയ്യാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യൂ. അവനോട് എന്താണോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഏത് കച്ചവടക്കാരോടും ഏത് ബിസിനസ്സുകാരോടും ഞാൻ പറയാനുള്ളത്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു പൊടിക്ക് താഴെ പോയി കഴിഞ്ഞാൽ
തീർന്നു. നിങ്ങൾ വിജയ് മല്യ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ? വിജയ് മല്യ ഇവിടെ ഇന്ത്യ വിട്ടു, മൊത്തം പൊളിഞ്ഞടങ്ങിയിട്ട്. എന്നിട്ട് പിന്നെ കാണാതെ എവിടെയാ? ലണ്ടനിൽ ഏതോ പുതിയ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോഴും ഇവിടെ കച്ചവടം ബിസിനസ് നടത്തുന്നുണ്ട്. അയാൾക്ക് വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ? അയാൾ മറ്റേ ഏതെങ്കിലും സ്കൂളിലെ പ്യൂണിന്റെ പണിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ മാനേജർ പണി എടുക്കുന്നുണ്ടോ? ഇല്ല. സ്റ്റിൽ ഈസ് ഹാവിംഗ് ബിസിനസ്. എങ്ങനെ? ദാറ്റ്സ് ഹിസ് കോൺഫിഡൻസ്. മൊത്തം പ്രശ്നങ്ങളായപ്പോഴും കോൺഫിഡൻസോട് കൂടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു MB തോമസ് സാറിന്റെ കാര്യം, എന്റെ ഗുരു, നമ്മുടെ ബോസ്, പുള്ളിയുടെ കാര്യം. NIFE എന്ന് പറയുന്ന പ്രസ്ഥാനം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അറിയാം. NIFE എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ 2008 2009 കാലഘട്ടത്തിൽ 100 ബ്രാഞ്ചസ് ഉണ്ടായിരുന്ന കമ്പനി 2012 ആവുമ്പോൾ ഒളിഞ്ഞ് 10-40 കോടി രൂപയുടെ കടത്തിലേക്ക് വന്നു. അന്നും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അതുവരെ ഓടിച്ചുകൊണ്ടിരുന്ന ബെൻസ് കാർ വരെ കയ്യിൽ നിന്ന് പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഹോണ്ട സിറ്റി കാറിലേക്കാണ്. അദ്ദേഹം ബെൻസ് കാറില്ലാണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. പൊളിഞ്ഞു. അവിടെയാണ് അദ്ദേഹത്തിന്റെ റിസൈലൻസ് എന്ന് പറയുന്ന സംഭവം ഞാൻ കണ്ടത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ കമ്പനി 60 കോടി, എമൗണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഏകദേശം ഫിഗറാണ് ഞാൻ പറയുന്നത്, അത്ര രൂപയ്ക്ക് വിറ്റു. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്തറിയോ? അന്നത്തെ ബെൻസിന്റെ ഏറ്റവും നല്ല കാറുകളിൽ ഒന്ന്, അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80 ലക്ഷം രൂപ 90 ലക്ഷം രൂപ വിലയുള്ള 2015-16 സമയം അദ്ദേഹം കാർ വന്നു. ദാറ്റ്സ് കോൾഡ് റിസൈലൻസ്. പൊളിഞ്ഞു. അദ്ദേഹത്തിന് തീർന്നു എന്ന് വിധി എഴുതിയ ആള് തിരിച്ചു വന്നു. അതായിരിക്കണം ബിസിനസ്സുകാരുടെ. ഞാൻ ആരാധിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്കതാണ്, കോൺഫിഡൻസും റിസൈലൻസും. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന ആ രീതിയെ നേരിടുന്ന ഒരു സംഭവമുണ്ട്. 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് അദ്ദേഹം പുതിയ മാർക്കറ്റിംഗ് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കച്ചവടം ചെയ്താണ്. ഇവിടെ അയ്യോ അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് ചിന്തിച്ചിട്ട് മാർക്കറ്റിംഗ് ടീമിനെ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഉള്ള ടീമിനെ പറഞ്ഞു വിടാൻ നോക്കി നിൽക്കുന്നവരാണ്. മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീം ഇസ് എ വർത്തി ടീം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച ആളാണ്. നിങ്ങൾ എല്ലാ സ്റ്റാഫുകളെയും മാറ്റി വെച്ചോളൂ, സെയിൽസ് സ്റ്റാഫിനെ എടുക്കും, അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കും, അത് മാത്രമേ നിങ്ങളുടെ മുന്നിൽ മുന്നോട്ടുള്ള ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളാണ്. അത് കോൺഫിഡൻസ് ആണ്, റിസൈലൻസ് ആണ്. നിങ്ങൾ ഏത് സിറ്റുവേഷനെയും റബ്ബർ ബന്ദ് ചുമരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പോലെ ഒരു CEO അങ്ങനെ ആയിരിക്കണം. എത്ര ഫാസ്റ്റിലാണോ പോകുന്നത്, എന്തോരം പ്രശ്നത്തിലാണോ അങ്ങോട്ട് പോകുന്നത്, അതിന്റെ അതേ സ്പീഡിൽ തിരിച്ചു വരാൻ കഴിവുള്ളവനായിരിക്കണം CEO. അവന്റെ മൈൻഡ് സെറ്റ് അതായിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും കംഫർട്ടബിൾ ആവില്ല. നമ്മൾ കംഫർട്ടബിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി ആയിരിക്കാം. അവരെ അവിടെ കംഫർട്ടബിൾ ആക്കി നിർത്തുക, നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ ചലഞ്ചസുകൾ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതിൽ പല ബിസിനസ്സുകാർക്ക് രാവിലെ ഒരു പ്രശ്നമില്ലെങ്കിൽ എനർജി വരില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേണമെങ്കിൽ ഈ 6 AM ക്ലബ് എന്ന് പറയുന്ന ടൈം വേണമെങ്കിൽ 9 PM ക്ലബ് ആക്കാം, രാത്രി 9 മണിക്കാക്കാം. അങ്ങനത്തെ ക്ലാസ്സുകൾ നമുക്ക് നടക്കുന്നുണ്ട് ഇല്ലേ? അന്നും ഫ്രീ പ്രോഗ്രാം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 9 PM ഫ്രീ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് ഓഫീസിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ആ ചലഞ്ചാണ്, അതിലെടുക്കുന്ന കോൺഫിഡൻസ് ആണ് എന്റെ ഇമ്പോർട്ടൻറ്റ്. 21 ദിവസം ഞാൻ ഈ പരിപാടി നടത്തും എന്നുള്ള കോൺഫിഡൻസ് ഞാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ്, ആസ് എ CEO ഐ ഹാവ് ടു ടേക്ക് ഡിസിഷൻ. ഇനി എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ബി പ്ലാൻ ഉണ്ട്. അതെന്റെ റിസൈലൻസ് ആണ്. ഞാനത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെ കുറിച്ച് തള്ളാനല്ല, എനിക്ക് എന്നെ കുറിച്ച് അറിയൂ. രാഹുൽ വാര്യർ എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. ക്ലിയർ? അടുത്തത് പോയിന്റ് മനസ്സിലായോ? കോൺഫിഡൻസ് ആൻഡ് റിസൈലൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലായ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ കൈവക്കി ഉണ്ടാക്കാനുള്ള ഒരു വഴി എൻ്റെ അടുത്തുണ്ട്. വേബ ആരില്ലാത്തവരൊന്ന് പറഞ്ഞ് കൈവക്കിക്കെ. കോൺഫിഡൻസ് ഇല്ല. 1 2 പിന്നെ ആരാ? 3 4 5 6. ഓക്കെ. ഈ കൈ പൊക്കിയിൽ കല്യാണം കഴിക്കാത്തവരാരാളെ? ഈ കൈ പൊക്കിയിൽ കല്യാണം കഴിക്കാത്തവർ? അഭിരാം കല്യാണം കഴിച്ചിട്ടില്ലേ?
നിനക്ക് അങ്ങനെ തന്നെ വേണം, അനുഭവിച്ചോ. ആരാ കല്യാണം കഴിക്കാത്തുള്ളത്? അപ്പൊ അഭിരാമേ, കല്യാണം കഴിക്കാനുള്ള കോൺഫിഡൻസ് പോലും നിനക്കില്ല. രാഹുലെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആള് കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? എന്താണ്? കോൺഫിഡൻസ് ഇല്ലാത്ത ആള് കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? കല്യാണം കഴിച്ച കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറെ ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞു തന്നിട്ടില്ലേ? എന്നിട്ട് കല്യാണം കഴിക്കാതിരുന്നോ? കല്യാണം കഴിക്കാതിരുന്നോ? വീട്ടില് ഭാര്യയായിട്ട് ഇടി ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം അവസാനിപ്പിച്ച് നീ വീട്ടിൽ പോക്കൊന്ന് പറയാറുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം മാത്രമേ. അതാണ് റിസൈലൻസ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പറഞ്ഞു വിടേണ്ടി വരും, അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാവും, അടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാൻ നമുക്ക് പറ്റും. അതെ, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അത് ഇന്നലെ ഞാൻ എനിക്ക് എന്റെ പ്രാന്തിന്റെ പുറത്ത് പല കാര്യങ്ങളും പറഞ്ഞു പോയി. നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് റിസൈലൻസ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലവട്ടം കണ്ടിട്ടുണ്ട് ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിന് എന്താ കാരണം അറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം, നെഞ്ചിലിങ്ങനെ കത്തണ തീ വേണം. കൽബിലെ തീ എന്ന് പറഞ്ഞിട്ട് മറ്റേ പാട്ട് പാടിയാൽ പോരാ, കൽബിലെ തീ തന്നെ ഉണ്ടാവണം. ഉറങ്ങാൻ പറ്റരുത്. ഇന്നലെ എന്റെ മറ്റേ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയാ, കാര്യമായിട്ട് കിടപ്പുണ്ടല്ലോ രഞ്ജിനി, അവൾക്ക് ഇന്നലെ കട്ടപ്പണിയല്ലേ കൊടുത്തത്. ലീഡറായി സ്വയം. ഞാൻ ലീഡർ ആവാടാന്ന് പറഞ്ഞ് എന്നോട് വന്നു. നേരെ കൊടുത്തു ലീഡറെ. ആ ലീഡർ ഉണ്ടല്ലോ 10 ആളെയും കൊടുത്തു, 5 ആളെ. എന്നിട്ട് എന്നോട് പറയാ, അതേ ഞാൻ ഇന്നലത്തെ രാത്രി ഉണ്ടല്ലോ 2 മണി കണ്ടു, 3 മണി കണ്ടു, 4 മണി കണ്ടു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ലീഡറോട് പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ വിളിച്ചുണർത്തണം എല്ലാരെയും 6 മണിക്ക് 5:45. അപ്പൊ ഞാൻ അഥവാ അവൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് അവൾ ഉറങ്ങിയില്ല. അത്രേ ഉള്ളൂ. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ 4:58 ഓട്ടോമാറ്റിക്കലി ഉണരുന്നത് എനിക്കറിയാം. അതിന്റെ കോൺഫിഡൻസാണ്. കാരണം എന്താ? നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ സിറ്റുവേഷൻസിനെ പഠിക്കണം, സിറ്റുവേഷൻസിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. നമുക്ക് 2 പോയിന്റ് കൂടി തീർക്കാണ്ട്, ഇന്നലെ ഓൾറെഡി നമുക്ക് 7 മണിക്ക് നിർത്തണമെന്നുള്ള ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതിന് മുന്നേ ഒരു പോയിന്റ്, അത് ഇവിടെ പലരും ചെയ്യാത്ത കാര്യമാണ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഞാൻ 15 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യങ്ങളില്ല. ഞാൻ ഇത്രയും കാലം ബിസിനസ് ഓടിച്ചില്ലേ, ഇനി എനിക്ക് ഓടിക്കാൻ അറിയാം എന്ന് ചിന്തിക്കുന്ന സിഇഒ ഡിസീസ് മൈൻഡ് സെറ്റുകളാണ് പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെ തകർക്കുന്നത്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ 10 വർഷമായിട്ട് ബിസിനസ് നടത്തുന്നതാണ്, എനിക്ക് ഇത്ര രൂപയുടെ ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഇത്ര രൂപയുടെ ബിസിനസ്സേ ഉള്ളൂ. പക്ഷെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം മാറ്റേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ റീവയർ ചെയ്യുക. വീട്ടിലെ പഴയ മറ്റേ ബ്ലാക്ക് കളറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന സ്വിച്ചുകളാണോ എപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ളത്? ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ മാറ്റിയില്ലേ? അതിനുള്ളിലത്തെ വയറുകൾ മാറ്റിയില്ലേ? 15, 20 കൊല്ലം 25 കൊല്ലം മുന്നുള്ള അതേ വയറുകളാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രിക്കൽ റീവയർ ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ പൊട്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വീട് മൊത്തം കത്തിപ്പോവാൻ സാധ്യതയുണ്ടെന്ന്. നിങ്ങളുടെ തലച്ചോറിലും ആ വ്യത്യാസം. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് തയ്യാറല്ലെങ്കിൽ, ചേഞ്ചിന് തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ പഴയ ആ ബ്രെയിനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് പൊട്ടും ബിസിനസ്സും. ഞാൻ കാശുണ്ടാക്കിയ സാറേ, എനിക്ക് കാശുണ്ടാക്കാൻ അറിയാം. അഹങ്കരിച്ചിരിക്കുന്ന എത്ര പേരെ കണ്ടിട്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ അവരോട് പുച്ഛമാണ്. ഞാൻ അവരെ മൈൻഡ് പോലും ചെയ്യില്ല. എന്നാൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു വരുന്ന ചില ആൾക്കാരുണ്ട്. എനിക്കൊക്കെ അറിയാം, എനിക്ക് ഭയങ്കര ഇതാണ് ഡിസീസ് മൈൻഡ് സെറ്റ്, എനിക്കിഷ്ടമല്ല. മറിച്ച് ഞാൻ പഠിക്കട്ടെ, ഇവിടെ പഠിക്കണമെന്ന് താല്പര്യമുള്ള എത്രയോ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു. 43, 42 പേരായിട്ട് ഏകദേശം 1 മണിക്കൂർ നേരമായി. ഒരാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അത് അവർക്ക് ഞാൻ ഇങ്ങനെ വേർത്തൊട്ടി നിൽക്കുക. എന്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു. രാവിലെ 6 മണി സമയത്ത് എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ ഗുണമാണ് എനിക്ക് ക്ലാസ് എടുക്കുന്നത്.
എന്തുകൊണ്ടാ? ഫ്രീ ആയിട്ട് എനിക്കത് തരുന്നതിന് എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾക്ക് സ്കില്ലുകൾ വേണോ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണോ, ഞാൻ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ രാത്രി 12 മണി വരെ ഇന്നലെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം 10, 12, 2, 4, 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ 1 മണിക്കൂറിനുള്ള കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ടില്ല, പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന് അതിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. പലരും പറയും ഇത് ഇന്ന ജേണലിൽ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിരുന്നു, എന്റെ കുറ്റമല്ല. ഇവിടെ അതൊന്നും കാണാൻ സാധിക്കാത്ത കുറെ ആളുകളുണ്ട്. അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി, എന്റെ കഴിവ്, എന്റെ സൊല്യൂഷൻ. ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്നവരോട് കടക്ക് പുറത്ത്, അത്രയ്ക്ക് പറയുന്നു. നിങ്ങൾക്ക് ഒറ്റ കാര്യം, ഒരു സിഇഒ ഈച്ച് ആൻഡ് എവറി ഡേ റെഡി ആയിരിക്കണം. എന്തിന്? മാറ്റത്തിന്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്. ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, 2020 കൊറോണ വരെ ഉണ്ടായിരുന്ന കസ്റ്റമറുടെ ബിഹേവിയറേ അല്ല 2020 ശേഷമുള്ള കസ്റ്റമറുടെ ബിഹേവിയർ. ഇനി നിങ്ങൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു, ഒരു കാര്യമില്ല. ഞാൻ ബിസിനസ് ഫാമിലിയിൽ ഇത്ര കാലം ഞാൻ അത്ര കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 2020 ശേഷം കസ്റ്റമറുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇവിടെ ട്രാവൽ ആൻഡ് ടൂറിസത്തിലുള്ള ആൾക്കാരുണ്ട്. അവിടെ 2 വർഷം 2020-ലും 2021-ലും വന്ന നഷ്ടം 22, 23, 24 ഈസി ആയിട്ട് തീർത്തിട്ടുണ്ട്. നഷ്ടം തീർത്ത് ലാഭത്തിലായ കമ്പനികളുണ്ട്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ, അന്ന് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട്. കാരണം എന്തറിയോ, എത്രത്തോളം ആളുകൾ വീട്ടിലിരുന്നു അത്രത്തോളം ആളുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. പണ്ടത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ ഗോവ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു. ഇന്ന് അത് അസർബൈജാൻ, ജോർജിയ, മലേഷ്യ, തായ്ലൻഡ്. പണ്ട് മലേഷ്യ, തായ്ലൻഡ് പോകുന്ന പല മെഡിക്കൽ കമ്പനികളുടെ ടൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സാധാരണ കപ്പിൾസ് പോകുന്നു. പണ്ട് തായ്ലൻഡിലേക്ക് പോകാൻ അഭിരാം പോകാൻ റെഡി ആയി കഴിഞ്ഞാൽ എന്ന് പറയും അല്ലേ. ഇന്ന് തായ്ലൻഡിലേക്ക് പോണത് കപ്പിൾസാ. ഭാര്യയും കുട്ടികളെയും കൊണ്ടാണ് തായ്ലൻഡിലേക്ക് പോണത്. സ്വഭാവം മാറി കസ്റ്റമേഴ്സിന്റെ. ഇത് മനസ്സിലാവാത്ത ഒരു ട്രാവൽ ടൂറിസംകാര് അവൻ അപ്പോഴും അവിടെ ബാച്ചിലർക്ക് മറ്റേ മസാജ് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ തീർന്നു. അവനവിടെ കപ്പിൾസ് വേണം, അവിടെ ടെമ്പിൾസ് ഉണ്ട്, അവിടെ അതുണ്ട്, ഇതുണ്ട്, ഇത് കാണാൻ പോലും എന്ന് പറയുന്ന മാർക്കറ്റിംഗ് നടത്തണം. അവിടെയാ ചേഞ്ച് എടുക്കേണ്ടത്. അതെന്താണ്? അവൻ ഇംപ്രൂവ് ചെയ്തു, അവൻ ഡെസ്റ്റിനേഷൻ പഠിച്ചു, അല്ലെങ്കിൽ അവൻ മാറ്റങ്ങളെ മനസ്സിലാക്കി, അവൻ കസ്റ്റമറുടെ മൈൻഡുകളെ മനസ്സിലാക്കി, ചേഞ്ച് ചെയ്തു, അവന്റെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു. അല്ലാണ്ട് ചുമ്മാ പഴയ പോലെ തന്നെ വരൂ നമുക്ക് മസാജിന് പോവാം തായ്ലൻഡ്. ഇന്ന് മസാജിന് പോയത് തായ്ലൻഡിലേക്കും മലേഷ്യക്കും എന്നല്ല, എവിടേക്കാന്ന് അറിയണമെങ്കിൽ ജോജിയോട് വിളിച്ചു വെച്ചാൽ ജോജി പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട്. ജോജിക്കൊക്കെ എവിടെയാ പോകുന്നത്? പുതിയ ഡെസ്റ്റിനേഷൻസ് മാറി, ഡെസ്റ്റിനേഷൻ മാറി. അസർബൈജാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അസർബൈജാൻ വൺ ഓഫ് ദ ഡെസ്റ്റിനേഷനാണ്. സോ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, കസ്റ്റമറുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പണ്ട് ഞാൻ ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം, പണ്ട് ഒരാൾക്ക് ഒരു ട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ പോലെ ഒരു ബിസിനസ് ട്രെയിനർക്കാണെങ്കിൽ 2020 മുന്നേ അല്ലെങ്കിൽ 2022 മുന്നേ ആണെങ്കിൽ നമ്മളൊരു വെബിനാർ നടത്തിയിട്ട്, വെബിനാറിൽ ഇതുപോലെ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ട്രസ്റ്റ് വരികയായിരുന്നു. ഇന്ന് വെബിനാർ എടുത്തു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് റിമാർക്സ് ഒക്കെ ഇട്ടിട്ട് ഒറ്റ പോക്കാൻ പോകും. പിന്നെ അടുത്ത പരിപാടിക്ക് വരില്ല. ഇന്ന് ട്രസ്റ്റ് പോലും ഇല്ല, വിശ്വാസമില്ലെന്നേ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ. അതെന്തുകൊണ്ടാണ്? പഠിക്കുക. എന്തുകൊണ്ട് ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല? ഇപ്പോഴും സോഷ്യൽ മീഡിയ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇത്രയും കാലം വിറ്റതല്ലേ എന്ന് പറഞ്ഞു നടന്നിട്ട്, സോഷ്യൽ മീഡിയ ആളുകൾ സെർച്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ശ്രീജിത്ത് കേസിൽ സെർച്ച് ചെയ്ത് ഞാൻ ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ശ്രീജിത്ത് കേസിയാ, അല്ലാണ്ട് എന്റെ വെബ്സൈറ്റിലെ എന്റെ ഗൂഗിളിലെ കിടക്കുന്ന ആളെയല്ല. ഇൻസ്റ്റാഗ്രാമിലെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ആളെയാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ വെബ്സൈറ്റ് കാണുള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ടതേ. ആരോ പറഞ്ഞു വെബ്സൈറ്റ് പോലും ഇല്ല എനിക്ക്, എന്നിട്ട് ഞാൻ കച്ചവടം നടത്തുന്നില്ലേ? നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിലോ. ഇന്നലെ ഇവിടുന്ന് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റുള്ള നൈബർ അദ്ദേഹം പറഞ്ഞു, ശ്രീത്ത് രാവിലെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലാസ് ആണ്, അപ്പൊ എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മലയാളിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അപ്പൊ എനിക്കൊരു വെബ്സൈറ്റ് പോലും ഇല്ല, എന്നിട്ട് ഞാൻ ബിസിനസ് നടത്തുന്നു. അപ്പൊ ഞാൻ തിരിച്ചൊറ്റ ചോദ്യം വെച്ചുള്ളൂ, അപ്പൊ താങ്കൾക്ക് ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിലും, ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടായിരുന്നെങ്കിലോ ഇപ്പൊ ചെയ്യുന്ന ബിസിനസിന്റെ ഇരട്ടി ആയിക്കൂടി?
എനിക്ക് ഞാൻ ഒരു കാര്യം വേണ്ടേ, എനിക്ക് ജീവൻ സാറോട്, സാക്കിർ ജിയോട്, എന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന സനീഷ് ജി, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് പോലെ അവർ സംസാരിക്കാൻ. എന്നൊക്കെ പ്രായമുണ്ട്, എന്റെ ഇരട്ടി പ്രായം ഉണ്ടാവും. കൂട്ടുകാരെ പോലെയാണ് സംസാരിക്കുക. എന്തുകൊണ്ടറിയോ? അവര് ഇപ്പോഴും ഇടുന്ന എഫേർട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട്. ഇന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 63 വയസ്സുണ്ട് സാക്കിർ എന്ന് പറയുന്ന ആൾക്ക്. ഇന്നലെ പലരെയും കണക്ട് ചെയ്ത് പറഞ്ഞു. ഇവിടെ പലരും ചെയ്യാത്ത കാര്യം, അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച്, എന്താ വിശേഷം, ഞാൻ സാക്കിറാണ്, തൊടുപുഴയെന്നാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ നെറ്റ്വർക്കിംഗ് ജീവൻ സാറെ നിങ്ങൾ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഇന്ന ആളെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം വിളിച്ചു. ഞാൻ എന്റെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകൾ മാത്രമല്ല പുതിയ ആളുകളെ പരിചയപ്പെടണം. എനിക്ക് ഉറപ്പ് അദ്ദേഹം നിങ്ങൾക്ക് ശല്യമൊന്നും ആവില്ല. അദ്ദേഹം നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം ടൈപ്പ് ചെയ്യാൻ നോക്കും അദ്ദേഹത്തിന്. എനിക്ക് ഉറപ്പാ. ദാറ്റ്സ് കോൾ. അദ്ദേഹം പല ആൾക്കാരെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരും. രാവിലെ 6 മണിക്കാണെങ്കിലും 5 മണിക്കാണെങ്കിലും രാത്രി 10 മണിക്കാണെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടാവും. അതൊരു ഭയങ്കര കടപ്പാടാണ്. എന്തുകൊണ്ടറിയാം കടപ്പാട് വരുന്നത്? അദ്ദേഹം ഈസ് റെഡി ടു ഇംപ്രൂവ് ഹിസ് സ്കിൽസ്. 63 വയസ്സായി മനുഷ്യ. സൗദിയില് മാരുതിയുടെയും അതുപോലെ തന്നെ വലിയ കമ്പനികളുടെയും അസിസ്റ്റന്റ് മാനേജറും ടോപ്പ് പൊസിഷനിൽ ഇരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്തിനാ പഠിക്കേണ്ട കാര്യം എന്താന്നേ? അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷം എന്നോട് കച്ചവടമല്ലേ സാറേ പറഞ്ഞ ആൾ, എന്ത് കച്ചവടം ഉണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് കേട്ടോ എന്നോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ഹീസ് ഇംപ്രൂവിങ് ഹിംസെൽഫ്. മക്കളുടെ കല്യാണം കഴിഞ്ഞു, മിണ്ടാതിരുന്നാ പോരെ വീട്ടില്? നോ, ഈസ് ഇംപ്രൂവിങ് ഹിംസെൽഫ് എവറി ഡേ ബേസിസ്. ഇവിടെ ഉണ്ടാവും. ഇപ്പൊ അവിടെ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ആളെ ഉണ്ടാവും. അല്ലെങ്കിൽ വിളിക്കും എന്നെ, അത് റെക്കോർഡ് കിട്ടിയിട്ടില്ല, ഒന്ന് അയച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് കോൾഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. റെഡി ആവാത്ത, ഞാൻ സ്കില്ലൊന്നും വേണ്ട, എനിക്ക് എല്ലാം അറിയാം, അയ്യോ അതിൽ പൈസ ചെലവാക്കുന്നത് മോശമല്ലേ? നിങ്ങൾ പഠിക്കാനുള്ളതിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. നിങ്ങളെ ഇതുവരെ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG തൊട്ട് പഠിച്ച ആൾക്കാർക്ക് ഒരു പൊടി പോലും നമ്മുടെ കേരള സിലബസിൽ അല്ലെങ്കിൽ CBSE സിലബസിൽ ബിസിനസ് പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഒരു പൊടി പോലും. ജോജി ഏത് ബിസിനസ് പഠിച്ചിട്ടാ ജോജി വന്നത്? രമേശ് ഏത് ബിസിനസ് പഠിച്ചിട്ടാ വന്നത്? പക്ഷെ പഠിക്കാനുള്ളത് ഉണ്ടോ? പുതിയ കാര്യങ്ങൾ. ദ ലാസ്റ്റ് പോയിന്റ്, ട്രസ്റ്റ് ആൻഡ് ഹ്യൂമിലിറ്റി. വിശ്വാസം അതല്ലേ എല്ലാം. ഇന്നത്തെ കാലത്ത് കച്ചവടമില്ലാത്തതിന് പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റ് ഇല്ലായ്മ. പണ്ട് പ്രൊഡക്റ്റ് നന്നായിരുന്നെങ്കിൽ ആളുകൾ വാങ്ങിപ്പോവായിരുന്നു. If the product is good, then people will be buying that. Now, they are searching on product, company, and the person who is running the company. നാളെ ലുലു മാള് യൂസഫ് അലി വേറൊരാൾക്ക് വിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ജോജിയാണ് ലുലു മാള് വാങ്ങുന്നത്. ആദ്യം സംഭവിക്കാൻ പോണെന്തറിയോ? ലുലു മാളിലെ ബിസിനസ് കുത്തനെ താഴെ പോകും. സീരിയസ്ലി. യു നോ വൈ? അവിടെ പ്രൊഡക്റ്റ് മാറിയിട്ടില്ല, അവിടുത്തെ സ്റ്റാഫ് മാറിയിട്ടില്ല, അവിടുത്തെ സിസ്റ്റം മാറിയിട്ടില്ല. യൂസഫ് അലി മാറി, ജോജി ആയതുള്ള ഒറ്റ കാര്യം. കാരണം ജോജി ആർക്കും അറിയില്ല. ലുലുവില് എത്ര പേര് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും എന്നറിയോ നിങ്ങൾക്ക്? എനിക്കറിയാം, പാലക്കാട് ലുലുവില് ബിൽഡിംഗ് രാജേട്ടന്റെ, ബിൽടെക് രാജേട്ടന്റെ, അവിടെ പല ഇൻവെസ്റ്റേഴ്സും. പക്ഷെ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടാണ് അവിടെ ഇടിച്ചു കയറുന്ന ആളുകൾ. എന്തേ ഒബ്രോമോളിലെ ആളില്ലാത്ത എറണാകുളത്ത് ജോജി? തൊട്ടപ്പുറത്ത് വേറെ എത്രയോ മാൾസ് ഉണ്ട്, സെൻട്രൽ മാൾസ് ഉണ്ട്, സെൻട്രൽ സ്ക്വയർ ഉണ്ട്, ആള് കുറവാണല്ലോ. എന്തേ ലുലുവിൽ ഇന്ന് ഇടിച്ചു കയറുന്ന ആൾക്കാർ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് യൂസഫ് അലി. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങളുടെ മുകളിൽ കസ്റ്റമർക്ക് വിശ്വാസം വേണം, ട്രസ്റ്റ് വേണം. ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ 21 ദിവസത്തെ പരിപാടി നടത്തുന്നത് എന്തിനറിയും?
എന്നെ ഇതിൽ പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എത്ര പേരുണ്ട്? മിനിഞ്ഞാന്ന് ആദ്യമായിട്ട് കാണുന്ന എത്ര പേരുണ്ട്? ഫസ്റ്റ് ക്ലാസ് ശ്രീജിത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആദ്യത്തെ എത്ര പേരുണ്ടായിരുന്നു സൺഡേയില്? ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. രാമേന്ദ്രൻ സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ചെയ്തു. ഓക്കെ, രാമേന്ദ്രൻ സാറേ എങ്ങനെയുണ്ട് ശ്രീജിത്ത് കേസി? നന്നായോണ്ടാണ് ഈ മൂന്നാമത്തെ ദിവസം ഇരിക്കുന്നത്. 21 ദിവസം നിങ്ങളെ എന്റെ മുന്നിൽ ഇരുത്തുക എന്നുള്ളതാണ് എന്റെ പണി. അത് ഞാനല്ലാതെ വേറെ പലരും വരുമെങ്കിലും 21ാമത്തെ ദിവസം എന്റെ മുന്നിൽ താങ്കളെ എന്റെ മുന്നിൽ ഇരുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അത് വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ എന്നുള്ള വ്യക്തിയിൽ ഞാൻ എടുക്കുമെന്നുള്ള കണ്ടന്റിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇത് പലപ്പോഴും പല രീതിയിലും കേട്ടിട്ടുള്ളതാവും നിങ്ങൾ. ഞാൻ പുതുതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നെയ്തർ ബി ക്രിയേറ്റഡ്, അല്ലെ? അങ്ങനെ സംഭവമില്ലേ? നശിപ്പിക്കാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. I am trying to make trust. രമേശിന് എന്റെ മുകളിൽ ട്രസ്റ്റ് വേണം. രമേശ്, ഇവിടെ 43 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും, അത് മോശമാണെങ്കിലും ഗ്രൂപ്പിലിടണം. നല്ല ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് എനിക്ക് ആവശ്യമില്ല. ഗ്രൂപ്പ് ഇത് കഴിഞ്ഞാൽ നിർത്താൻ പോകുന്നു. നല്ല ക്ലാസ് എന്ന് പറഞ്ഞൊരു കമന്റ് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിചാരിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ധൈര്യമായിട്ട് ഗ്രൂപ്പിലിട്ടോ. വിൽ ഹാവ് സൊല്യൂഷൻ. നല്ല ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. ഇനി അങ്ങനെ ഒരു കമന്റ് ഇടരുത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് എന്ത് കിട്ടി അതങ്ങ് ഗ്രൂപ്പിലിട്ടേ. ഇന്ന പോയിന്റ് എനിക്ക് ഓർമ്മയുണ്ട്, എഴുതി വെച്ച പോയിന്റുകളായിരിക്കണം, ഗ്രൂപ്പിലിട്. ഇത് കണ്ടിട്ട് ഒളിച്ചിരിക്കുന്ന കുറച്ചു പേര് പുറത്തേക്ക് വരട്ടെ, അവരെ വിശ്വസിക്കട്ടെ ശ്രീജിത്ത് കേസിലെ ക്ലാസ് കൊള്ളാം. നിങ്ങൾ 6 മണിക്ക് രാവിലെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് അവര് വിശ്വസിക്കട്ടെ. അപ്പൊ അവരും വരും. അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ആ ബാക്കി ഇരിക്കുന്ന 60-65 പേര് ഇവിടെ വരാത്തത്. ഈ ഒരു പ്രോസസ്സിന് വിശ്വാസമില്ലാത്തതുകൊണ്ട്, ഒരു സെയിൽസ് നടക്കാത്തതിന് കാരണം എന്താണ്? അതിന്റെ ആൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ്, ആ കമ്പനിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ആ പ്രോസസ്സിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ട്രസ്റ്റ്, ക്രിയേറ്റ് ട്രസ്റ്റ്. നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു സെയിലും നടത്തണ്ട, ക്രിയേറ്റ് ട്രസ്റ്റ്. എന്തുകൊണ്ടാണ് യൂട്യൂബ് ബ്ലോഗേഴ്സിന് ഇത്രയധികം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ മുകളിലെ ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവര് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ആള് ട്രാവലിംഗിൽ ഉസ്താദാണ്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നു. അതിനെ കുറിച്ചിട്ട് ഇപ്പൊ അസർബൈജാനെ കുറിച്ച് നിങ്ങൾ അവിടെ പോയിക്കോളൂ എന്ന് സുജിത് ഭക്തൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകാൻ തയ്യാറാണ്. കാരണം എന്താണ്? അതൊരു ഓട്ടോമാറ്റിക്കലി സെയിൽ അവിടെ നടക്കുന്നുണ്ട്. എന്താ കാരണം? അദ്ദേഹം നിങ്ങൾക്ക് തന്ന ട്രസ്റ്റാണ്. ഇതാ ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വന്ന് കാണു മക്കളെ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ്. എല്ലാറ്റിനപ്പുറത്ത് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, വിനയം. എത്ര കാശുണ്ടായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, നിങ്ങൾക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, നിങ്ങൾ ഏറ്റവും വലിയ കുടുംബത്തിൽ ജനിച്ചതായിക്കോട്ടെ അല്ലാതിരുന്നോട്ടെ, നിങ്ങളുടെ കയ്യിൽ 3 BMW, 2 ഓഡി കാറും 2 ബെൻസും ഉണ്ടായിക്കോട്ടെ, കാറ് പോലും ഇല്ലാതിരുന്നോട്ടെ, ഒരു സ്കൂട്ടർ പോലും ഇല്ലാതിരുന്നോട്ടെ, നിങ്ങൾ എന്നും കീപ്പ് ചെയ്യേണ്ടത്, ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിനയം, ഹ്യൂമിലിറ്റി. പ്ലീസ് കീപ് ദാറ്റ്. കസ്റ്റമറിനൊപ്പം നിന്ന് സംസാരിക്കണം. ഒപ്പം നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് വിനയം വേണം. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. യൂസഫ് അലിക്ക് എന്തോരം അഹങ്കാരം വേണമെങ്കിലും കാണിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂസഫ് അലി വളരെ വിനയം മാത്രമുള്ള ആളാണെന്ന്? ഓരോ സ്റ്റാഫിനെയും നിർത്തിപ്പൊരിക്കും പുള്ളി. പക്ഷെ ഒരിക്കലും നിങ്ങളത് കണ്ടിട്ടില്ല. അത് അടച്ചിട്ട മുറിക്കുള്ളിൽ. മറിച്ച് യൂസഫ് അലിയുടെ സ്റ്റാഫിനോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, ആളുകളോട് സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്. ഹ്യൂമിലിറ്റി. റൈറ്റ്? അപ്പോ ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വലിയ മനസ്സുള്ള ആളായിരിക്കണം, വലിയ വിഷനുള്ള ആളായിരിക്കണം, ടണൽ വിഷനുള്ള ആളായിരിക്കണം, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, കോൺഫിഡൻസും
പ്രതിരോധ ശേഷിയുമുള്ള ആളായിരിക്കണം. എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ, സ്വയം മാറാൻ തയ്യാറായിട്ടുള്ള ആളായിരിക്കണം. അറ്റ് ലാസ്റ്റ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും മറ്റുള്ളവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. ഒപ്പം വിനയം എന്ന് പറയുന്നത് അഡീഷണൽ പോയിന്റ് മാത്രം. സോ മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ നമ്മൾ ഒരു സിഇഒ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഒരു മുതലാളി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നാളെ സംസാരിക്കും. നാളെ കഴിഞ്ഞ് നമുക്ക് മൈൻഡ് പവറിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സൊക്കെ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശസ്തനായിട്ട് ട്രെയിനർ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് 2 പേരെ വേണം. അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അദ്ദേഹത്തിന് നന്ദി പറയാനും ഒക്കെ ആയിട്ട് എനിക്ക് 2 പേരെ വേണം. ആരാണെന്നുള്ളത് റെഡി ആവുക. ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ 2 പേര് റെഡി ആവുക. രാവിലെ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഞാൻ ചിത്രത്തിൽ ഉണ്ടാവില്ല, ഞാൻ മാറി നിൽക്കുക. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് മാത്രം. പക്ഷെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഫ്രൈഡേ, അഥവാ നീളുകയാണെങ്കിൽ സാറ്റർഡേ കൂടി നടത്തണം. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം, സാറ്റർഡേ ദിവസം നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്യും. സൺഡേ എല്ലാ ക്യാപ്റ്റൻസിനോടുമാണ്. സൺഡേ നമ്മൾ 7:15 നമുക്ക് ഇതുവരെ വന്ന ഇത് പ്രകാരം ബിസിനസ് ക്യൂസ് ടീം വൈസ് ആണ് നടക്കുന്നത്. സോ ക്യാപ്റ്റൻസ്, മേക്ക് യുവർ ടീം റെഡി. ഇന്ന് കുറച്ച് പേര് കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവരെ ലിസ്റ്റ് തരാം. പുതിയ ക്യാപ്റ്റനെ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കാം. അവരുടെ ടീമിന് ഇടാം. സോ എല്ലാ ക്യാപ്റ്റൻസും റെഡി ആയിട്ടിരുന്നോ. ഈ പറഞ്ഞ സമ്മാനം സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ സമ്മാനങ്ങളൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. സമ്മാനങ്ങൾ തയ്യാറാണെങ്കിൽ, റെഡിയാണെങ്കിൽ പറഞ്ഞോ, നമുക്ക് അതും കൂടെ തന്നെ അനൗൺസ് ചെയ്യാം. ഓക്കെ, ഇനി പറയാം നമ്മുടെ ഇന്ന് വരെയുള്ള 3 ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ സംസാരം നിർത്തി. പറയും, മിണ്ടാതിരിക്കണം. എന്താ, എത്ര പോയിന്റ് ഉണ്ട് എനിക്ക്, എത്ര പോയിന്റ് എനിക്കില്ല എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമാണ്. സാറേ, ഡൗട്ട് ചോദിക്കാനാണോ സാറേ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? സാറ് എന്തോ സാറേ, ഈ ട്രസ്റ്റ് വേണമെന്ന് പറഞ്ഞല്ലേ സാറേ? ട്രസ്റ്റിന്റെ ലാസ്റ്റ് പോയിന്റ് സാർ പറഞ്ഞു. ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം സാർ? ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി, നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലാവാം. നേരിട്ടാവാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു, അതൊരു ട്രസ്റ്റ് ക്രിയേഷൻ ആണ്. വെബിനാറുകളാവാം, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വെബിനാറുകളാവാം. സോഷ്യൽ മീഡിയയിലൂടെ ആവാം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആവാം, ട്വിറ്ററിലൂടെ ആവാം, ലിങ്ക്ഡിനിലൂടെ ആവാം. നിങ്ങളുടെ കസ്റ്റമർ എവിടെയാണോ അവരോട് സംസാരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന, തമാശയ്ക്ക് പറയുന്ന കാര്യം, ഒരു കാമുകൻ കാമുകിയുടെ മേൽ കാമുകനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് എങ്ങനെയാണ് വരുത്തി തീർക്കുന്നത്? സ്ഥിരമായി സംസാരിക്കുന്നു, സ്ഥിരമായി മെസ്സേജ് അയക്കുന്നു, സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേഷന്റെ എൻഡിൽ കാമുകി വിചാരിക്കുന്നു, ഇദ്ദേഹമാണ് എൻ്റെ ഏറ്റവും വലിയ സോൾമേറ്റ്, ഈസ് ഇനഫ് ഫോർ മൈ സോൾമേറ്റ് എന്നുള്ള ചിന്ത വരും. അപ്പൊ ഒളിച്ചോടാനോ അതുവരെ വളർത്തിയ അച്ഛനെയും അമ്മയും മറക്കാനോ ഒക്കെ തയ്യാറാണ്. അത്രയും ട്രസ്റ്റ് ഉണ്ടാവും. ഇവിടെ ലവ് മാരേജ് ചെയ്ത ആളുകളോട് ചോദിച്ചറിയാം, എന്താണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ കണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാം എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ കാര്യം സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഏതൊക്കെ മാർഗത്തിലൂടെ വേണമെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ പറയണത് പേഴ്സൺ ആയിട്ടാണ്. പേഴ്സൺ ആണ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. ജീവൻ സാറ് ഒരു ട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ജീവൻ സാറ് ഏത് കമ്പനി തുടങ്ങിയാലും അത് വിജയിക്കും. സോ പേഴ്സണലായിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കട്ടെ. ഇപ്പൊ ഗ്രൂപ്പിൽ പോയിട്ട് മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ശ്രീജിത്ത് സാർ സുന്ദരനായിരുന്നു, നല്ല എനിക്ക് എന്താണ് കിട്ടിയത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നത്. ഇനി മോർ ക്വസ്റ്റ്യൻസ്? എനിബഡി?
സംസാരിക്കുന്ന അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ബിസിനസ്സുകാരൻ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റിയെ. ഹായ് സർ, ഗുഡ് മോർണിംഗ്. യെസ് സമദ് ഭായ് പറയും. ഇന്നത്തെ 1 മണിക്കൂറിന്റെ സെഷനിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള വാക്ക് നേരത്തെ സാറ് അവസാനത്തിൽ സംസാരിച്ച സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അത് പറയാനുള്ള കാരണം, നമ്മൾ പഠിച്ചതൊന്നും സാറ് നേരത്തെ പറഞ്ഞു 2020 ശേഷം ബിസിനസ് ചെയ്യാൻ അതൊന്നും മതിയാവില്ല. കാരണം കസ്റ്റമറുടെ പാറ്റേൺ മാറിയെന്ന് വളരെ കറക്റ്റ് ആണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമയവും അതിനുവേണ്ടി ചിലവഴിക്കുന്ന മണിയും ഒരു എക്സ്പെൻസ് ആയിട്ട് കാണുന്ന ആളുകൾ പുതിയ കാലത്ത് ബിസിനസ് ചെയ്യാൻ പര്യാപ്തരല്ല. നേരെ മറിച്ച് അതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഏതൊക്കെ ബിസിനസ്സുകളാണോ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുള്ളത് ആ ബിസിനസിന്റെ ലിസ്റ്റിൽ അധികം വൈകാതെ നമ്മളും വരും. കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സാറ് നമ്മുടെ ട്രാവൽസ് ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിച്ചു. അതിൽപ്പെട്ട പലരും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ആ ഒരു വാക്കാണ് ഇന്നത്തെ സെഷന് മറക്കാതെ സൂക്ഷിക്കേണ്ടത് എന്നാണ് എനിക്ക് റിമൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ദിവസം എത്ര സമയം ബിസിനസ് പഠിക്കാൻ വേണ്ടി, ഫാമിലിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, നാട്ടുകാരെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പുതിയ പല ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത്, ബിസിനസിന്റെ അപ്ലിഫ്റ്റിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും നല്ലൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളും ഡെഡിക്കേഷനും കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം. താങ്ക് യു സർ. താങ്ക് യു സമദ് ഭായ്. താങ്ക് യു വെരി മച്ച്. ഹരിദാസ് സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് നമുക്ക് നിർത്താം. അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നില്ലേ? യെസ് കേൾക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ 2 മനസ്സിലായി. ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ ഇൻഡസ്ട്രി നടത്തുന്നു, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. 4 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ മാർക്കറ്റിംഗ് വളരെ മോശമായ അവസ്ഥയാണ്. ഇപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ അധികം ഒന്നും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. മറ്റുള്ളവരുടെ ക്ലാസ്സുമായിട്ട് സാറിന്റെ ക്ലാസ് വളരെ വ്യത്യസ്തമുണ്ട്. കാരണം മറ്റുള്ള ക്ലാസ്സുകളൊക്കെ അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു, നമുക്കൊന്നും പറയാനുള്ള അവസരമൊന്നുമില്ല, സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇത് നേരിട്ടുള്ള ചർച്ചാവേദി കൊണ്ട് കുറച്ചും കൂടി എനിക്ക് താല്പര്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. റെക്കോർഡ് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. റെക്കോർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 വീഡിയോസും അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ് തന്നെ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷകരമായ അവസ്ഥ എനിക്ക്. കാരണം പുതിയൊരു അറിവ് കിട്ടിയ ഒരു ഫീലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഞാൻ മുന്നേ ഇതുപോലെ ഒരു 3-4 വർഷം ഒരു ആയുർവേദ മെഡിസിൻ സെയിൽ ചെയ്തിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഇപ്പോ പുതിയതായിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മാർക്കറ്റിൽ അത് ക്ലിക്ക് ആവുന്നില്ല. പറയുമ്പോൾ ഞാൻ 5 വർഷം ഞാൻ അത് ചെയ്ത ആളാണ്. എന്നിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോ ശരിക്കും പറഞ്ഞാല് പിടിച്ചു നിൽക്കുന്നത് കുറച്ച് ഏജൻസികൾ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഞാൻ അതില് ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം വെച്ച് നോക്കണം. ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ നാളികേരം ധാരാളം കിട്ടുന്ന ഒരു ഫ്രഷ് നാളികേരം കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മളെ നാട്ടിലാണ് ചെലവാക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും എറണാകുളം പോലുള്ള കുറച്ച് സിറ്റികളിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ നിന്നും വേറെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ അത് സെയിലായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോ എനിക്കിപ്പോ ചെയ്യാം. സാർ പറഞ്ഞപ്പോ സത്യത്തിൽ ഇതിനെ ഒരു ക്രോഡീകരിച്ച് സാർ എന്റെ മുന്നിൽ ഇത് ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നൊരു തോന്നല് എന്നിലുണ്ടാവുന്നുണ്ട്. അതാണ് സാറിന് വളരെ സന്തോഷമുണ്ട് എനിക്ക്. നാളെ മുതൽ എന്തായാലും ഞാൻ ഉണ്ടാവും സാറിന്റെ കൂടെ. താങ്ക് യു ഹരിദാസ് സർ.
അപ്പോ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആവുക. എനിക്ക് ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. എന്ത് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിലും ഗ്രൂപ്പിലോ എനിക്ക് പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് അയക്കാം. എനിക്ക് സമയം ഉണ്ടാവും. സമയം കിട്ടുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോ നാളെ രാവിലെ 6 മണിക്ക് കാണാം. പുതിയൊരു സബ്ജക്റ്റുമായിട്ട് സിഇഒ എങ്ങനെ ആയിരിക്കണം. ഇതുവരെ മനസ്സാണ് പഠിച്ചത്. നീ അവനെ എന്ത് ചെയ്യണമെന്ന് നാളെ പഠിക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ്. All the best for the day. Thank you guys. Thank you very much. Thank you, sir. Thank you, sir.